സംഗീത വഴിയിൽ 50 ആണ്ട് പൂർത്തിയാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഫിറോസ് ബാബുവാണ് ഈ തിരുവോണ ദിനത്തിൽ നമ്മോടൊപ്പമുള്ളത്. സംഗീത വഴിയിൽ 50 വർഷം പൂർത്തിയാക്കിയെങ്കിലും ഇന്നും അദ്ദേഹം സജീവമായി ഈ രംഗത്തുണ്ട്. ഫിറോസ് ഖാൻ, സന്തോഷം ഈ തിരുവോണ ദിനത്തിൽ നമ്മോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ. ഓക്കെ, അപ്പോൾ ഒരുപാട് സംഗീത ഓർമ്മകൾ ഒരുപാട് ഫിറോസ് ഖാക്കുണ്ട്. നമുക്ക് ഏതായാലും തിരുവോണ ദിനത്തിൽ പാട്ടുകളൊക്കെ ആഘോഷങ്ങളിൽ അധിഷ്ഠിതമുള്ള ഓരോ പാട്ടുകളും ആഘോഷപ്പാട്ടുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ തിരുവോണ ദിനത്തിലും അത്തരത്തിൽ ഒരുപാട് പാട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫിറോസ് ഖായുടെ ഓർമ്മയിലുള്ള തിരുവോണ പാട്ടുകൾ ഫിറോസ് ഖാ പാടിയതോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതെങ്കിലും ഓർമ്മകൾ? ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് ഭാഷാപിതാവിൻ്റെ മണ്ണിലാണല്ലോ. അപ്പോൾ ഇവിടെയാണ് തുടങ്ങുന്നത്. ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പങ്കുവച്ചതാണ്. ഇവിടെ പാടിത്തുടങ്ങിയത് പിഞ്ചുകിടാങ്ങൾ ഞങ്ങളൊരുക്കിയ പഞ്ചമി തിരുനാൾ, സംഗീതത്തിൻ സപ്തസ്വരത്തിൻ സംഗമ തിരുനാൾ, ഒത്തുചേർന്ന് വിളിക്കൂ ഞങ്ങളെ ഒത്തുചേർന്ന് വിളിക്കൂ എന്ന് സദസ്സിനോട് പറഞ്ഞുകൊണ്ട് പാട്ടിൻ്റെ ഗൗരവം പോലും അറിയാത്ത പ്രായത്തിൽ 7-8 വയസ്സിൽ ഞങ്ങൾ കുട്ടികളുടെ ഒരു സംഘം. അപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത വരി എന്തായിരുന്നു എന്നറിയോ? പുലരിപ്രഭ പോൽ പുഞ്ചിരി തൂകും പുതുപൂക്കൾ ഞങ്ങൾ, പുതിയൊരു ലോകം കലയാൽ തീർക്കും വിശ്വവിധാതാക്കൾ, കലയുടെ വിശ്വവിധാതാക്കൾ എന്നാണ്. ഈ കുട്ടിപ്രായത്തിൽ മണ്ണിശ്ശേരി ഹമീദ് എന്ന പ്രഗത്ഭനായിരുന്ന ചലച്ചിത്ര നിരൂപകനും സാഹിത്യകാരനുമായിരുന്ന അദ്ദേഹം എഴുതി തന്ന വരികളാണ്. അപ്പോൾ ഞങ്ങൾ വളർന്ന് ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരട്ടെ എന്നുള്ള അന്നുള്ള ഒരു കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ ഒരു നോട്ടുമാണത്. അങ്ങനെയാണ് പാടിക്കൊണ്ട് തുടങ്ങുന്നത്. ഈ പാട്ട് ജനങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് ആദ്യം പാടിയത്. സ്വാഗതം എന്നായിരുന്നു തുടക്കം. സ്വാഗതം സ്വാഗതം ഇങ്ങനെ ഓർമ്മ വരികയാണ്. അത് പറയുന്ന നേരം കൊണ്ടാണ് ചെറിയ തുഞ്ചൻ പറമ്പിലെ ചെറിയ കർട്ടൻ ആ സ്വാഗതത്തിലാണ് പൊന്തി വരുന്നത്. അപ്പോൾ ഒരു ചെറിയ ലൈറ്റ് ഞങ്ങളിലേക്ക് വലിയ ഓർമ്മയാണത്. പിന്നെ പാടുകയാണ് സപ്തസ്വരു, നേരത്തെ പറഞ്ഞ പാട്ടിലെ വരികൾ പാടുകയാണ്. അവിടെയാണ് പിഞ്ചുകിടാങ്ങൾ ഞങ്ങളൊരുക്കിയ പഞ്ചമി തിരുനാൾ, സംഗീതത്തിൻ സപ്തസ്വരത്തിൽ സംഗമ തിരുനാൾ, ഒത്തുചേർന്നു വിളിക്കൂ ഞങ്ങളെ ഒത്തുചേർന്നു വിളിക്കൂ, ഒത്തുചേർന്നു വിളിക്കൂ ഞങ്ങളെ ഓണപ്പൂക്കളുമായി. അപ്പോൾ ആ 73 തിരുവോണ നാളിൽ ഇത് തന്നെ പോരെ എനിക്ക് ഏറ്റവും വലിയ പാട്ടായിട്ട്. പിന്നെ കാസറ്റ് കാലഘട്ടത്തിലാണ് എന്നുണ്ടെങ്കിൽ മാപ്പിളപ്പാട്ടുകളിൽ ഓണപ്പാട്ടുകൾ പാരഡി പോലെ പാടുന്ന, പാരഡി അല്ല, മാപ്പിളപ്പാട്ടുകളുടെ ഈണം കൊടുത്ത് ഓണപ്പാട്ടുകൾക്ക് മലബാറിൽ ഭയങ്കര ട്രെൻഡായിട്ടുണ്ട് കാലഘട്ടം. അപ്പോൾ അന്ന് ഞാൻ, IP സിദ്ദീഖ്, സിബിലേച്ചി, ഷെരീഫ്, ഗഫൂർ, രഹന, ഞങ്ങൾ തുടങ്ങുന്ന ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ എല്ലാം ചേർന്ന് ധാരാളം പാട്ടുകൾ, അതിൻ്റെ വരികളൊക്കെ കയ്യിൽ വെക്കുന്നു കൊടുക്കുന്നു എന്നല്ലാതെ ഓർമ്മയിൽ എത്ര സൂക്ഷിക്കാൻ കഴിയും. പിന്നെ വളരെ പ്രഗത്ഭമായ ഒരു പാട്ട് മാർക്കോസേട്ടന് വേണ്ടി ട്രാക്ക് പാടുന്ന ഒരു കാലഘട്ടം. അത് വളരെ പിന്നെ കാലിക പ്രസക്തിയുള്ള വരികളായിരുന്നു. മാവേലി പണ്ടുവാണിരുന്ന മലനാടിൻ പൂമുഖം മാറി, മാലോകരൊന്നായി വാളെടുത്ത് പോരിനൊരുങ്ങിയിരുന്നു. പിന്നെ ചോദിക്കുന്നത് മാവേലി ഇനി ഇങ്ങ് വരുമോ, ഈ മലനാട് കണ്ടാൽ അറിയുമോ. ഭയങ്കര വരി, ബാപ്പുക്കയുടെ വരികളാണ്, പുള്ളിപ്പറമ്പിൻ്റെ വരികളാണ്. ഇതിൽ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ, ഗിരീഷ് സിനിമയിലൊന്നും പ്രശസ്തനാവാത്ത കാലത്ത് ഗിരീഷിൻ്റെ ഒരു പാട്ടും ഇതിൽ മാർക്കോസേട്ടന് വേണ്ടി. അത് ഒരു തിരുവോണം കൂടി ഓമലേ ആരോമലേ നമ്മുടെ ഹൃദയങ്ങൾ അടുത്തതിൻ ശേഷമിൻ ഒരു തിരുവോണം കൂടി. അതും പാടാൻ ട്രാക്കാണെങ്കിലും പാടാൻ കഴിഞ്ഞു എന്നുള്ളത്, ഗിരീഷിൻ്റെ വരികൾ പാടാൻ കഴിഞ്ഞു. പിന്നെ അദ്ദേഹം ലോകപ്രശസ്തനായില്ലേ. അതായിരുന്നു തന്നെ. ഇപ്പോൾ തുഞ്ചൻ പറമ്പിൽ നിന്നാണ് തുടക്കം. തുഞ്ചൻ പറമ്പ് എങ്ങനെയായിരുന്നു ആ തുടക്കകാലം? എങ്ങനെ ഈ രംഗത്തേക്ക് വരാൻ കഴിഞ്ഞത്? ഉമ്മയുടെ അകമഴിഞ്ഞ പ്രോത്സാഹനം. പാടണം മക്കളുടെ സ്വന്തം സംഘം ഉണ്ടാവണം,
മക്കളെന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരിമാർ ഉൾപ്പെടെ മക്കൾ ചലച്ചിത്ര മേഖലയിൽ തിളങ്ങണം എന്നൊക്കെയുള്ള ഉപ്പയുടെ കാഴ്ചപ്പാട്. അന്നത്തെ പത്രമൊക്കെ എന്തായിരിക്കും എന്നറിയില്ല. പത്രക്കാരെയൊക്കെ ചെന്ന് കണ്ട് പാപ്പ പിന്നെ അവർക്ക് റിപ്പോർട്ടുകൾ കൊടുത്ത് ഇതിങ്ങനെ ചെറിയ അക്ഷരത്തിൽ അടിച്ചു വരുന്ന ഒരു കാലമൊക്കെ. അതിൻ്റെ ഒരു പത്രക്കട്ടിങ് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളത്. ഒരു നോട്ടീസോ ഒരു ചിത്രമോ ഒന്നുമില്ല. 73-ലൊരു പത്രക്കട്ടി. അപ്പോൾ പിന്നെ ഉപ്പ സഹോദരിമാർ പാടുന്നത് തിരിച്ചറിഞ്ഞ് എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ എൻ്റെ ഒരു 8-9 വയസ്സിൽ ഉപ്പ മരിച്ചിട്ടുണ്ട്. 9 വയസ്സിൽ ഉപ്പ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഉപ്പ പിന്നെ എൻ്റെ പാട്ട് തിരിച്ചറിയുന്നതിൻ്റെ ഒരു കഥ പറയുന്നു. ഈ ഓണപ്പാട്ടുകൾ ഇവിടെ പാടി ആദ്യത്തെ വേദി പങ്കിടുന്നതിന് മുൻപ് ഉപ്പയുടെ നാട്ടിലേക്ക് ചെറുതുരുത്തിയിലേക്ക്, ഉമ്മ തിരൂരും ഉപ്പ ചെറുതുരുത്തിയാണ് വീട്. ചെറുതുരുത്തിയിലേക്ക് ഒരു യാത്ര പോകുമ്പോൾ ട്രെയിനിൽ ഈ പാടത്തിങ്ങനെ അലയുന്ന മേയുന്ന കന്നുകാലികളെ കണ്ട് അപ്പോൾ ഈ കാക്കയെ കൂടെ ഇവിടെ അതിന്റെ മുൻപ് തന്നെ നമുക്ക് പാടി തന്നിട്ടുണ്ടാവും. ഏത് ഉമ്മമാരും ഏത് അമ്മമാരും പാടി തന്നു. സ്വാഭാവികം ഈ ട്യൂൺ മനസ്സിലുണ്ട്. ഞാൻ പറയുന്നത് 3 വയസ്സൊക്കെ ആയിരിക്കാം കേട്ടോ, 3 വയസ്സോ 3.5 വയസ്സൊക്കെ ആയിരിക്കാം. അപ്പൊ ഈ കാക്കയെ കൂടെ ഇവിടെ വെച്ചിട്ട് ഉമ്മ ഈ കന്നുകാലികളെ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ ഇമ്പേ ഇമ്പേ വെക്കമ്പ പുല്ല് തിന്നാൻ വെക്കമ്പ ഉമ്മ അങ്ങനെ പറഞ്ഞു തരാണ് അത്ര ചെയ്തത്. ഉമ്മയ്ക്ക് ഞാൻ തിരിച്ചു പാടി കൊടുക്കുകയാണ്. ഇമ്പേ ഇമ്പേ വെക്കമ്പ പുല്ല് തിന്നാൻ വെക്കമ്പ. അവിടെ പിടിച്ചു ഉമ്മ. വെനില് ട്യൂണ് വേണമല്ലോ, ട്യൂണ് വെനിലുണ്ട്, കിട്ടും എന്ന ധാരണ ചെറുതായിട്ടുണ്ടാവാം. അത് ഉപ്പയോട് പങ്കിടുന്നു. 3 മക്കളും പാടുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷത്തിൽ ഉപ്പ ഗ്രൂപ്പിന് രൂപം കൊടുക്കും. അതായിരുന്നു ബേബീസ് ഓർക്കസ്ട്ര. അപ്പോൾ ആദ്യ വേദി തന്നെ തുഞ്ചൻപറമ്പ്. ഒരു ചരിത്രമായിരുന്നു കേട്ടോ. അതിന് മുൻപോ അതിന് ശേഷമോ കുട്ടികൾ നയിക്കുന്ന, കുട്ടികൾ അനൗൺസ് ചെയ്യുന്ന, കുട്ടികൾ ഉപകരണങ്ങൾ വായിക്കുന്ന ഒരു സംഘം. റിയാലിറ്റി ഷോകളിൽ കുട്ടികൾ ടി വിയിൽ വരുന്നുണ്ട്. ഒരു സംഘം സ്റ്റേജിൽ അഫ്സൽ എവിടെയും കണ്ടിട്ടുണ്ടോ? കുട്ടികൾ തന്നെയാണ് മാത്രം. വേറെ ആരും ഇല്ല സ്റ്റേജിൽ. ഞങ്ങൾക്ക് കണ്ട് വിട്ടു തരികയാണ്. കട്ടം പൊന്തുമ്പോൾ ഇവർ സൈഡിലേക്ക് മാറിയിട്ട് ഞങ്ങൾ 3 മണിക്കൂർ ഞങ്ങളങ്ങ് പാടുകയാണ്. പിന്നെ ആ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചു, അങ്ങനെ യാത്ര തുടങ്ങുമല്ലേ. എങ്ങനെ പിന്നെ ഒരുപാട് ഗായകരെ പരിചയപ്പെടാനും അവരോടൊപ്പം പിന്നെ പാടാനും ഒക്കെ അതെങ്ങനെ ഓർക്കുന്നത്? ആരെയാ കാണാൻ ബാക്കി, ആരുടെ കൂടെയാണ് തബല വായിക്കാൻ ബാക്കി, ആരുടെ കൂടെയാണ് ചേർന്ന് പ്രവർത്തിക്കാൻ ബാക്കി എന്നൊന്നും എനിക്ക് പാടാത്തവരെയോ പ്രവർത്തിക്കാത്തവരെയോ പേരുകൾ പറയുമായിരിക്കും എളുപ്പം എന്നാണ് തോന്നുന്നത്. കാരണം പാടിയവരെ പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ. ഞാൻ അതിൽ നമ്മൾ പ്രഗത്ഭരെ മാത്രം എടുത്ത് പറയാമെന്നുള്ളതല്ല, പക്ഷെ അവർ തരുന്ന ഓർമ്മകളായിരിക്കും നമുക്ക് ഏറ്റവും മൂല്യവത്തായ ഓർമ്മ. എനിക്ക് ജാനകി അമ്മയ്ക്ക് ദുബായിൽ വെച്ച് തബല വായിച്ചത്. ജാനകി അമ്മ അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഒരു ഭക്ഷണ പാർട്ടിയിൽ ലഡു ഇങ്ങനെ ഭക്ഷണം കഴിഞ്ഞിട്ട് ലഡു എടുത്തിട്ട് എന്താപ്പോൾ അവരെക്കുറിച്ച് പറയുക, ആരാ ഒരു ഗായികയാണെന്നോ ഒരു ഡ്രസ്സിങ്ങിലുള്ള ഒരു ശ്രദ്ധയോ ഒന്നുമില്ല. നമ്മൾ വീട്ടിലെടുക്കുന്ന ഒരു സാരി കൊടുത്ത് സ്റ്റേജിൽ വരിക എന്നുള്ള രീതിയാണ്. നമ്മൾ പാസ്പോർട്ടിൻ്റെ വലിപ്പമുള്ള പുസ്തകം എന്നാ പറയുക. ജയേട്ടനും അങ്ങനെയാണ്. ജയേട്ടനും ഒരു കുഞ്ഞു പുസ്തകത്തിലാണ് പാട്ട് എഴുതുന്നത്. അതിങ്ങനെ കൈപ്പിടിക്കും. ഞാൻ അനുഭവിച്ചത് പറയാം. തബല ഞാനായിരുന്നു. എൻ്റെ കൂടെ ദിനേശ് എന്ന് പറയുന്ന മാവേലിക്കാരെയുള്ളൊരു കക്ഷി ഉണ്ടായിരുന്നു. അപ്പോൾ ബാബുക്കയുടെ പാട്ടുകൾ അറിയാലോ, നമുക്ക് ബാബുക്കയാണ് ഏറ്റവും ജീവൻ. ബാബുക്കയുടെ പാട്ടുകൾ പാടിയപ്പോൾ നമുക്ക് മനസ്സിലുള്ള ഈ മനോധർമ്മം, ഇഷ്ടങ്ങൾ നമ്മളിങ്ങനെ തബലയിൽ വായിച്ചു കൊടുത്തു. റിഹേഴ്സൽ കരഞ്ഞു വരും. എൻ്റെ വായനയുടെ ഗുണം കൊണ്ടല്ല കരഞ്ഞു, ആ ഓർമ്മകൾ. ഇതുപോലെയായിരുന്നു ഭൈരവനും ഇവരൊക്കെ വായിച്ചിരുന്നതെന്നൊരു വാക്ക് പറഞ്ഞു. ഈ ഭൈരവൻ എന്ന് പറഞ്ഞാൽ ബാബുക്കയ്ക്ക് പ്രധാനമായിട്ട് തബല വായിച്ചിരുന്ന ഒരു പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. ഭൈരവേട്ടൻ്റെ കൈ എന്ന് പറഞ്ഞാൽ ഖവാലി ഗസലിൻ്റെ കൈകളായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് എന്തോ വായിച്ചു കൊടുക്കാൻ കഴിഞ്ഞപ്പോൾ കരച്ചിൽ തന്നെ. ഈ തബല വായന കേട്ടല്ല, അവരെന്ത് പറയുമ്പോഴും കരയാണ്. ബാബുക്കയെക്കുറിച്ച് പറയുമ്പോൾ കരയുക, സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ കരയുക, രാഘവമാഷെക്കുറിച്ച് പറയുമ്പോൾ കരയുക. പിന്നെ സുശീലാമ്മയ്ക്ക് വായിച്ചു. അത് പിന്നെ ഇതെല്ലാം ഈ ഇടയ്ക്ക് വെച്ചൊരു പ്രവാസലോകം അല്ലേ, അതാണ് കൂടുതൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ. തബലയിൽ ഭയങ്കര അല്ലേ. ഞാൻ തബലയിലേക്ക് ഒരു ഡൈവേർഷൻ ആയിരുന്നു ശരിക്കും ഉണ്ടായത്. പാട്ടുകാരൻ്റെ വഴി എന്നെ ഒരുപാട് പേര് അറിയും. ഗൾഫിൽ ഞാൻ ചെന്നിറങ്ങുമ്പോൾ ഒരുപാട് കാസറ്റുകൾ പ്രചരിച്ച കാലം. ഞാൻ പാടിയ പൂനില പുഞ്ചിരി തൂകി, പാവാടക്കാരി റസിയ മറന്നോ, യാ റസൂലല്ലാ സല്ലി അലാ യാ ഹബീബി, മുത്തു മെഹബൂബെ, ഫുർഖാനുൽ അലീമാണ്. ഇതൊക്കെ അവിടെ പ്രചാരത്തിൽ നിൽക്കുകയാണ് ആ സമയത്ത്. ഒരുപാട് പേര് വേദികളിൽ മുന്നിൽ പാടുന്നു, നമ്മളോട് ചോദിച്ചറിയാൻ വരുന്നു, നമ്മളുടേത് വീണ്ടും ഒറിജിനൽ കേൾക്കണം എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെയാണ്. അത് വല്ലാത്തൊരു അനുഭവം, രക്ഷയില്ല. അനുഭവിച്ച അതിന്റെ ഒക്കെ ഒരു സുഖം. നമ്മളവിടെ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളെ പാട്ട്
വേദിയിൽ ഇങ്ങനെ പാടുക, അത് നമ്മൾ കണ്ടു നിൽക്കുക. റസൂലുള്ള എല്ലാ ട്രൂപ്പിന്റെയും ഓപ്പണിംഗ് സോങ് ആയിരുന്നു. അതെ, ആ ഒരു കാലഘട്ടത്തിൽ പോലീസ് സേന എടുത്ത് പാടിയത് IPS സംഘവും പാടിയിട്ട് വൈറലായില്ലേ? എത്ര മില്യണുകളാ കണ്ടത്. അത് വലിയ സന്തോഷം. അപ്പൊ ആ പ്രവാസ ജീവിതത്തിലാണ് കുറച്ചുകൂടി ഇത്ര ആളുകളെ കാണാനും പ്രഗത്ഭരെല്ലാം കാണാനും 12 കൊല്ലം കൊണ്ട്. OP നയ്യാർ, ഹിന്ദിക്കാർക്ക് ഒരുപാട് പേർക്ക് വെച്ചു. അഭിജിത്ത്, ഉദിത് നാരായണൻ, അനുരാധ പൊതുവാള്, ഇവർക്കൊക്കെ തബല വായിച്ചു. ഞാൻ ഹിന്ദി ബാൻഡിന്റെ കൂടെ വായിക്കുമായിരുന്നു. മലയാളികൾക്ക് പിന്നെ ദാസേട്ടനൊക്കെ ഒരു സ്വപ്നമല്ലേ ദാസേട്ടന് വായിക്കുക എന്നുള്ള. ഗുജറാത്ത് ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിനുള്ള ഗുജറാത്ത് ഫണ്ടിൻ്റെ ഒരു ശേഖരണത്തിന് വേണ്ടി ദാസേട്ടൻ ഫ്രീ ആയിട്ട് വന്നു പാടി. അപ്പോഴാണ് ദാസേട്ടൻ്റെ കൂടെ ആദ്യം വായിക്കുന്നത്. പിന്നെ വിജയ് യേശുദാസിൻ്റെ അമ്മോശൻ്റെ കമ്പനിയുടെ ഒരു പരിപാടിക്ക് പിന്നെ വിജയ് ഗസ്റ്റായിട്ട് വന്ന് പാടുമ്പോൾ ദാസേട്ടൻ ഒരു സാധാരണക്കാരനെ പോലെ വിജയുടെ കൂടെ ആ പരിപാടിയിൽ പങ്കെടുത്തതൊന്നും മറക്കില്ല. അന്ന് മൈക്ക് കയ്യിലേക്ക് കൊടുത്തിട്ട് ദാസേട്ടനോട് അനുരാഗിണി പാടാൻ പറഞ്ഞത്. ദാസേട്ടൻ പാടാം, എല്ലാവരും പറയുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞ് ആരാപ്പി പറയുന്നത് നോക്കൂ. അങ്ങനെ ഒറ്റ തബലയിൽ ഗസൽ പോലെ ഞാൻ അനുരാഗിണീൻ്റെ ഒറിജിനലി ഇല്ലാത്തൊരു കൈ വായിച്ചു കൊടുത്തിട്ട് ദാസേട്ടൻ ഒരു അപ്രിസിയേഷൻ, ഒരു വാക്ക് പറഞ്ഞതും ഇങ്ങനെ ആവാമായിരുന്നു അല്ലേ അനുരാഗിണിയിൽ നിന്ന്, ഒറിജിനലിൽ ഇങ്ങനെ ആവാമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ എനിക്ക് വല്ലാണ്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതെ, അവർക്കത് അനുഭവപ്പെടുമല്ലോ. പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും സജീവമായിട്ട് തന്നെ പിന്നെ കൈരളിയുടെ പിന്നെ റിയാലിറ്റി ഷോയിലാണ്. പിന്നെ കൈരളി ടിവിയുടെ വിളിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവാസം വിട്ട്. അതായത് ജീവിതം പ്രധാനമല്ലേ, കലാകാരന്റെ ജീവിതത്തില് അവൻ പാട്ടുമായിട്ട് നടന്നു, അവൻ കലയുമായിട്ട് ഇങ്ങനെ നടന്നു, കുടുംബം ശ്രദ്ധിച്ചില്ല, കുട്ടികളെ ശ്രദ്ധിച്ചില്ല എന്ന് എത്രയോ പേരെ കുറിച്ച് നമ്മൾ പറയും. തീർച്ചയായിട്ടും അത് നമ്മൾ ധനാട്യന്മാരൊന്നുമല്ല, നമ്മളിങ്ങനെ പോകുന്നു കലാരംഗത്ത്. പക്ഷേ ഇത് പറയിപ്പിക്കാതെ കുടുംബത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഒരു ഘട്ടം ഈ ചില ട്രെൻഡ് മാറ്റം, ആ മാറ്റത്തിൽ പ്രവാസിയാവാം. അവിടെയും അവസരങ്ങളുണ്ടല്ലോ. സൗദി പോയി തിരിച്ചു പോകുന്ന ആളാട്ടോ. സൗദി പോയിട്ട് കരയായിരുന്നു. എന്ത് പാട്ട്, ഏത് സൗദി, അന്നത്തെ സൗദി, എന്ത് പാട്ട് അവിടെ മുസല്ലയിൽ നിൽക്കുക, നിസ്കരിക്കുമ്പോൾ കരയാന്ന് പറഞ്ഞാൽ പൊട്ടിക്കരയാ. ഇനി ഞാൻ കലാകാരനായിട്ട് കേരളത്തിൽ ഇല്ലല്ലോ എന്നുള്ള എൻ്റെ ഒരു സങ്കടം ഞാൻ അവിടെ വെച്ച് ഉപേക്ഷിക്കപ്പെട്ടു. പിന്നെ ഞാൻ സൗദിക്കാരനായി. ഞാൻ വീണ്ടും വരുന്നു, ലീവ് കഴിഞ്ഞ് പോകുന്നു, പിന്നെയും വരുന്നു, വരുമ്പോൾ ഒരു ക്ലബിൽ പോയിരുന്നു 2 പാട്ടുകൾ പാടും, ഇത്രയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അത് വിട്ടു പോന്നു, അത് വിടേണ്ടി വന്നു. പിന്നെ UAE പോയപ്പോൾ നാട് പോലെയായി. പിന്നെ ഇവിടെ വന്ന് റിയാലിറ്റി ഷോകളുടെ ഭാഗമാകുമ്പോഴാണ് വീണ്ടും കുറച്ചു കാലത്തേക്ക് തബലയിലേക്ക് മാറിയ ഞാൻ വീണ്ടും ശരിക്കും പാട്ടിലേക്ക് തിരിച്ചു വരും. പിന്നെ പട്ടുറുമാലാണ് അല്ലേ. അപ്പൊ അതിന്റെ മുൻപ് ഞാൻ പാടിയ ഈ കാസറ്റുകളിൽ പാടിയ പാട്ടുകളെല്ലാം പ്രചാരം നേടി നിൽക്കുന്ന പാട്ടുകൾ കുട്ടികൾ ഇങ്ങനെ എടുത്ത് പാടുകയാണ്. അപ്പോഴാണ് കുട്ടികൾ തിരയുന്നത്, ഇത് ആരാ പാടിയത്. കുട്ടികൾക്ക് എല്ലാം ഒരു ഏതോ 2-3 ആളുകൾ പാടിയതായിട്ടാണ് കുട്ടികളുടെ ലൈവ്. പക്ഷെ ഇത് പിന്നെ തിരയാണ് പാടിയ ആളെ കുറിച്ച്. അവിടെയാണ് പിന്നെ നമ്മുടെ പേരുകൾ കൂടുതൽ മാപ്പിളപ്പാട്ടില് പിന്നെ ഏറ്റവും കൂടുതൽ അന്ന് ഫേമസ് ആയി നിന്നിരുന്ന പാട്ടുകളാണ് പിന്നെ ഇപ്പൊ പറഞ്ഞ പാവാടക്ക പോകുന്നില്ല പൊളിച്ചിട്ട് അല്ലേ. എങ്ങനെയാ പാട്ടെങ്ങനെ ഫിറോസ് ഖാന്റെ കയ്യിലെത്തിപ്പെട്ടത്? അത് ഞാനന്ന് തലശ്ശേരി ബദറുദ്ദീൻ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ, നമ്മൾ മാർക്കറ്റിലുണ്ടല്ലോ, നമ്മളെ പലരെയും വിളിക്കുന്ന പോലെ പുള്ളി എന്നെ വിളിച്ച് പാടിക്കുമായിരുന്നു. പുള്ളിക്ക് കുറച്ച് സ്ഥിരം പാട്ടുകാർ. അപ്പൊ നമ്മുടെ ശൈലി ഇഷ്ടമാണ്, നമ്മൾ പാടുന്നത് ഇഷ്ടമാണ്. നമ്മൾ വേഗം സ്റ്റുഡിയോയിൽ വേഗം പാട്ട് പഠിക്കുക, പെട്ടെന്ന് പാട്ട് പറഞ്ഞു തരുമ്പോൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ട് പാടുക. സമയം പ്രധാനമാണ്. ലോക്കൽ വർക്കുകൾക്ക് ലോക്കൽ വർക്കിലല്ലേ പെടുത്താൻ കഴിയും, സിനിമയും സീരിയലും ഒന്നും അല്ല. അപ്പൊ പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് പാടുക. ഹാർമോണിയം വെച്ച് ട്യൂണ് പറഞ്ഞു തന്നിട്ട് ഒരു എൻഡിലെത്തുമ്പോഴേക്കും ബാക്കി കുഴപ്പമില്ല, ബാക്കി നിങ്ങൾ മനസ്സിലായില്ലേ പാടിക്കോ എന്ന് പറയുന്ന ഒരു രീതിയാണ്. അപ്പോൾ സ്ഥിരം അന്ന് ബദറുദ്ദീൻ എന്ന് പറയുന്ന സംഗീത സംവിധായകന്റെ സ്ഥിരം ഫീമെയിൽ മിനിയാണ്. മിനി എന്ന് പറഞ്ഞാൽ മിൻമിനി. അന്ന് കൊച്ചിൻ മിനിയാണ്, ചെറിയ മോളാണ്, ചെറിയ കുട്ടിയാണ്, പക്ഷെ അസാധ്യമായിട്ട് പാടിക്കളയും. അപ്പം മിനി അന്ന് കൊയറിൽ പാടുകയാണ്. ക്രിസ്ത്യൻ ഡിവോഷനിൽ എറണാകുളത്ത് കൊയർ ടീമുകളിൽ പാടിക്കൊണ്ടിരിക്കുക. മിനിയെ വിളിച്ചു കൊണ്ടുവരും ഒരു വർക്കിന്. ഒരു മുക്കാൽ പാവടൊക്കെ ഇട്ട ഒരു സാധു കുടുംബത്തിലെ ഒരു കുട്ടിയായിട്ട് വന്ന് ജൂണൊക്കെ പഠിച്ചത് കണ്ട് ഞാൻ കണ്ണ് തള്ളിപ്പോയി. ബദറൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് മിനി പഠിച്ചു, റെഡി എന്ന് പറയാം. ആ ഒരു സിബിലേച്ചി അങ്ങനെയാണ് പാട്ട് പഠിക്കുക. പലരും പാട്ട് പഠിക്കുന്നത് എനിക്കൊരു പ്രചോദനമായി. അത് ഒരു ഗ്രാസ്പിംഗ് പവറാണ് നമ്മളുടെ. SPB സാറ് നിങ്ങൾ അതിലൂടെ പാട്ട് പറയാൻ തുടങ്ങാൻ ചിന്തിക്കുമ്പോഴേക്കും ഇവിടെ പാട്ട് പഠിച്ചിട്ടുണ്ടാവും. അത് വലിയ പ്രധാനം. അപ്പോൾ ബദറു എന്നെ സ്ഥിരമായി വർക്കിന് ബദറുക്ക എന്നെ സ്ഥിരമായി വിളിക്കാൻ തുടങ്ങി. മരണപ്പെട്ടു പോയി. കുറേ വർക്കുകൾ അദ്ദേഹത്തിൻ്റെ. മിനിയും ഞാനും ആയിരുന്നു ഒരു കോമ്പിനേഷൻ. ഇന്നൊക്കെ പറയുമ്പോൾ അഭിമാനമല്ലേ അല്ലേ. പിന്നെ മുല്ലപ്പൂ എന്ന് പറയുന്ന ഒരു കാസറ്റ്, കല്ലായി കടവത്ത് കുളിക്കാൻ ചെന്നിറങ്ങുമ്പോൾ എന്ന് പറയുന്ന ഒരു പാട്ട്, ബദറുൽ ഹുദ യാസീനൻ രണ്ടാമതെടുത്ത് പാടിയത്.
പിന്നെ പെണ്ണേ പുതുമാരൻ വരുന്നേ എന്ന് പറയുന്നൊരു പാട്ട്, കുറേ പാട്ടുകൾ ഞങ്ങൾ ഒന്നിച്ചു പാടി. അത് ഒരു കാലഘട്ടം. അതാണ് നമ്മുടെ പാവാടക്കാരി റസിയ എന്ന പാട്ടിൻ്റെ പ്രശസ്തമായ ഒരു മാപ്പിളപ്പാട്ടായിട്ട് മാറി. എൻ്റെ പാട്ടായതുകൊണ്ടല്ല. ഇന്നിപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഏതെങ്കിലും ക്ലബിൽ കുറച്ച് പേര് കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞ് ആദ്യം പാടുന്ന പാട്ടുകളിൽ ഒന്നായിരിക്കും പാവാടക്കാരി റസിയ. അതും വലിയൊരു അംഗീകാരം തന്നെ. പിന്നെയുള്ള പാട്ടാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പാട്ടല്ലേ, യാ റസൂലല്ലാഹ്. അതാണ് അത്. അതിന്റെ രചനയും സംഗീതമൊക്കെ ടി.പി. ആലിക്കുട്ടി. യഥാർത്ഥത്തിൽ ആ പാട്ടിന്റെ ചരിത്രം ആലിക്കുട്ടി കുരുക്കൾ എഴുതിയിട്ട് അദ്ദേഹം കോൽക്കളിയുടെ റെക്കോർഡ് ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്നല്ലോ. കുരുക്കള് ഈ കോൽക്കളിയിൽ അദ്ദേഹം തന്നെ പഠിപ്പിക്കുന്ന കോൽക്കളിയിൽ AVKയുടെ മമ്പുറപ്പൂ മഖാമിലെ എന്ന ട്യൂണിൽ ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി ഇങ്ങനെ പാടിയിരുന്ന പാട്ടാണ്. ശരി, കോൽക്കളിക്ക് വേണ്ടിയിട്ട്. കോൽക്കളിക്ക് ഒരു സ്ലോ താളം രണ്ട് അടിക്കുന്ന, അതിനു വേണ്ടി ട്യൂൺ ചെയ്തിട്ട് പാടിയിരുന്ന ഒരു പാട്ടിനെ പ്രഗത്ഭനായ കോഴിക്കോട് അബൂബക്കർ എന്ന സംഗീത സംവിധായകൻ എടുത്തിട്ട് ഖൈറുൽ വറായ സയ്യിദി കരുണക്കടൽ മുഹമ്മദി അർവാഹുകൾക്കധിപതി അഷ്റഫുൽ കൽക്കാം നിധി സിറുൽ സിനായ മുസ്തഫ സർദാർ ഹമീദ് മുർത്തല യാ നബിയേ സലാം യാ റസൂല്. ശിവരഞ്ജിനി എന്ന് പറയുന്ന ഒരു രാഗമാണ്, ഒരുപാട് പാട്ടുകളുടെ രാഗമാണ്. പിന്നെ ഒരുപാട് പാട്ടുകൾ, പിന്നെ പ്രണയ സരോവര തീരം, മുകേഷിന്റെ ജാനെ കഹാ, പിന്നെ ദോസ്ത് നാരഹ, പിന്നെ ഒരുപാട് പാട്ടുണ്ട്. അത് ട്യൂൺ മാറ്റിയത് ഈ കോഴിക്കോട് അദ്ദേഹമാണ് ട്യൂൺ മാറ്റിയിട്ട് ഈ രീതിയിൽ പാടി. ഞാൻ കുട്ടിക്കാലത്ത് മാപ്പിളപ്പാട്ടില് പാട്ട് പാടുന്നത് 73-ലും മാപ്പിളപ്പാട്ടുകളെ പരിചയപ്പെടുന്നത് 75-ലും. KMK വെള്ളയിലാണ് എനിക്ക് ആദ്യത്തെ മാപ്പിളപ്പാട്ട് അവസരം സാമൂതിരിയിൽ തരുന്നത്. അന്ന് 76-77 മുതലൊക്കെ ഞാനിത് VM കുട്ടി മാഷയുടെ കൂടെ ഔക്കുബായി തബലിസ്റ്റായിട്ട്, കോഴിക്കോട് അബൂബക്കറാണ് ഔക്കുബായി ഉള്ളപ്പോൾ ഇത് KR വേണുവേട്ടനും ഇപ്പം അടുത്ത് മരണപ്പെട്ട വസന്തകുമാർ എന്ന ഗായകനും PC ലിയാക്കത്ത് എന്ന പാട്ടുകാരനും പിന്നെ ഫസീലത്തയും ഇന്ദിരാ ജോയിയും ലീന പപ്പനും ലിനിച്ചും എല്ലാം ചേർന്ന് പാടുന്നത് ഞാനിങ്ങനെ കാലങ്ങളായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. അന്ന് ഞാൻ മറ്റ് സംഘങ്ങളോടൊപ്പം ബാലഗായകനായിട്ട് പാടി നടക്കാം. പിന്നെ എനിക്ക് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, കാസറ്റിൽ പാടാനുള്ള ഭാഗ്യം അതാണ് ഏറ്റവും വലിയ കാര്യം. എങ്ങനെ വന്നു എന്നുള്ളത് ഔക്കുബായി എന്നെ തെരഞ്ഞ ആളെ വിടുകയാണ്. ഫിറോസ് ബാബുവിനോടൊന്ന് കോഴിക്കോട് വികാസിൽ വരാൻ പറഞ്ഞു. വികാസ് ചെല്ലുമ്പോൾ ഒരു റെക്കോർഡിങ്ങിന് കാസറ്റുകൾ തുടങ്ങുന്നുള്ളൂ ഇവിടെ, മാപ്പിളപ്പാട്ട് കാസറ്റ് ഒരു റെക്കോർഡിങ്ങിന് തയ്യാറായിട്ട് അവരിയ്ക്കുന്നു. ഫിറോസ് ഈ ട്യൂണൊന്ന് പഠിച്ചാൽ മോനെ വേമ്പാ എന്ന് പറഞ്ഞിരുന്നു. കോഡ് പിടിച്ചു, ശിവരഞ്ജിനി വായിച്ചു, ട്യൂണ് പറഞ്ഞു. ഞാൻ ഉക്കോക്കാനോട് പറഞ്ഞു, ഉക്കോക്ക എനിക്കറിയല്ലോ എങ്ങനെ, അതെത്ര കാലമായി കേൾക്കുന്നു, ഇതിപ്പോൾ എന്നോ മുതൽ ഞാൻ കേൾക്കുന്നില്ല, എനിക്കിത് ബൈഹാട്ടാന്ന് പറഞ്ഞു. വരി മാത്രം തന്നാണ്. പിറ്റേ ദിവസം എറണാകുളത്തേക്ക് പോകുന്നു, ആലാപ്പിൽ ഉണ്ണിമേനോന്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് പാടുന്നു. ഔക്കുബായി ഇതേപോലെ ഏതോ വേറെ ഒരു മാപ്പിളപ്പാട്ട് ട്യൂൺ മാറ്റി വളരെ പ്രശസ്തമായതുകൊണ്ട് ഏറ്റവും പ്രചാരമുള്ള ഒരു പാട്ട് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഉടനെ കഴുത്തേണ്ടത് അറക്കുബാപ്പ ഔക്കുബായിയുടെ ആദ്യത്തെ ട്യൂണാണ്. ഔക്കുബായി ബേബി ലോഡ്ജിലേക്ക് VM കുട്ടി മാഷിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ മാഷും കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് ഒരു ഹാർമോണിയക്കാരന്റെ കൂടെ വെറുതെ ഇരുന്നിട്ട് പേപ്പറിൽ പീട്ടിക്കയുടെ വരികളാണ്, പീട്ടിക്കയുടെ വരികൾ കുട്ടികൾ ഇങ്ങനെ നോക്കിയിട്ട് ഉടനെ കഴുത്തെൻ്റെ തറുക്കു ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ ആറ്റ കനിമോനെ ഇതാ നിന്നെ പോലെ. എന്തായിരിക്കും ആ പാട്ടിന്റെ ഇന്നത്തെ ഒരു അവസ്ഥ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെ വരിക ആയിരുന്നെങ്കിൽ അല്ലേ, പല ട്യൂണുകളുണ്ടായിരുന്നു. ഇങ്ങനെ വരികയാണ്. ഒക്കുബായിക്ക് ഇത് സഹിക്കുന്നില്ല. അദ്ദേഹം തബലിസ്റ്റായിട്ട് കയറിച്ചില്ലാണ്. ആരെ കൂടെ പോകുന്നതെന്നറിയാം, ബാബുക്കയുടെ കൂടെയാണ് VM കുട്ടി മാഷിന്റെ അടുത്തേക്ക് പോകുന്നത്. ബാബുരാജിന്റെയും ഉസ്മാൻ ഖാൻ എന്ന് പറയുന്ന ബാബുക്കയുടെ അളിയനായിട്ടുള്ള അദ്ദേഹത്തിന്റെ കൂടെ പോകുന്നത്. കയറി ചെന്ന് നോക്കുക, ഈ വരി ഒന്ന് എടുത്തിട്ട് ഞാനൊന്ന് ട്യൂണ് മാറ്റി വന്നിട്ട് അങ്ങനെ വന്ന ട്യൂണാണ് ഉടനെ കഴുത്തെൻ്റെ തറുക്കു ബാപ്പാ ഉടയോൻ തുണയില്ലേ നമുക്ക് ബാപ്പാ. എന്താ അതിലൊരു സങ്കടം അല്ലേ, ആ വരികളുടെ യഥാർത്ഥ ഫീൽ. ഇത് കുട്ടി നിഷ്കളങ്കമായിട്ട് ചോദിക്കുന്നു ഇസ്മായിൽ നബി. അപ്പൊ ഇബ്രാഹിം നബി ഉത്തരം പറയുന്നു, ആറ്റ കനിമോനെ ഇതാ നിന്നെ പോ ഏറ്റം സുഖമെൻ്റെ മനസ്സിനിപ്പോ. ഭയങ്കര സാധ്യം ചരിത്രമാണ് ഫിറോസ് ഖാൻ. പിന്നെ ഇത്രയും കാലം ഈ സംഗീത വഴിയിൽ സഞ്ചരിച്ചിട്ട് സിനിമയിൽ പാടാനുള്ളൊരു അവസരം എപ്പോഴാണ് വന്നത്? എങ്ങനെ അതിൻ്റെ വന്നു? അത് വന്നു പോയി.
അതൊക്കെ ഇങ്ങനെ അഫ്സൽ ഇപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തി വെക്കുന്നത്. കാരണം ഇത് ഞാൻ പൊതു സ്ഥലങ്ങളിൽ എവിടെയും നമ്മൾ ആരോട് പറയാൻ അതിൻ്റെ പരാതിയല്ല. ഇങ്ങനെ ചോദിക്കുമ്പോൾ അതായത് നാരായം, അന്തർജനം, അറബി പഠിപ്പിക്കുന്ന മുരളി ഒക്കെയാണ്. ജഗദീഷ് ഒരു മീൻ കച്ചവടക്കാരനായിട്ട് സൈക്കിളിൽ മീൻ വിൽക്കുന്ന ഒരു പാട്ടും പ്രാർത്ഥിക്കുമ്പോൾ ഉർവശി പാടുന്ന ഒരു ശ്ലോകവും മാത്രമാണ് അതിൽ പാട്ടായിട്ട്. ജോൺസൺ മാഷാണ് സംഗീതം, പി.കെ. ഗോപിയേട്ടനാണ് വരിക. ഗോപിയേട്ടൻ വരികൾ എഴുതുന്നതിൻ്റെ മുമ്പ് മാഷ് ഒരു ട്യൂണ് കണ്ട് ഈ ട്യൂണ് ഏതോ ഒരാളെ കൊണ്ട് മൂളിച്ചിട്ട് ഇതിൻ്റെ പ്രൊഡ്യൂസർ രാജുവേട്ടൻ കടലുണ്ടി, ഇതിൻ്റെ സംവിധായകൻ ശശിശങ്കർ, അന്ന് ബേസിക്കലി അദ്ദേഹം കോഴിക്കോട്. ഇവരുടെ അടുത്ത 2 സുഹൃത്തുക്കൾ ഞാൻ സെഫിയ ട്രാവൽസിൽ കുറച്ചു കാലം പറഞ്ഞു സൗദിയിൽ നിന്ന് വന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് തിരഞ്ഞു വരുന്നു. എന്നായിട്ടുള്ള ബന്ധം കൊണ്ട് ഞാനന്ന് നിറഞ്ഞു പാടുകയാണ്. ഒരു പാട്ടുണ്ട്, ഒരു മാപ്പിളപ്പാട്ട് ടച്ചിലാണ് പാട്ട് വരുന്നത്. ഒറ്റ പാട്ട് ഈ സിനിമയിൽ ഇങ്ങനെ പ്രശസ്തമായ ഒരു പാട്ടുണ്ടാവും. എനിക്ക് ജോൺസൺ മാഷ് മൂളിയ ട്യൂണ് കാസറ്റ് തരും. ഞാൻ ട്യൂണ് പഠിക്കുന്നു. പക്ഷെ എൻ്റെ ദുബായിൽ ജോയിൻ ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ ലീവായിരുന്നു. 28 ദിവസം നിൽക്കാൻ കഴിയും. ആ ജോലി പോയാൽ ഞാൻ അതുവരെ വെച്ച പ്രതീക്ഷകളെല്ലാം, നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം, വീണ്ടും കാര്യങ്ങൾ അവിടേക്ക് പോകും. ഞാൻ 28 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോവുക. റെക്കോർഡിങ് നടന്നില്ല. ട്യൂണൊക്കെ പഠിച്ചു. ആ പാട്ടാണ് ഇന്നും കുട്ടികളൊക്കെ ഷോകളിലൊക്കെ എടുത്ത് പാടുന്ന എം ജി ശ്രീകുമാർ പാടിയ കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ, ഇഷ്കിന്റെ ബലത്തിൽ അള്ളാനെ മറന്നിട്ട് തലപ്പാവ് വെച്ചോരേ, സക്കാത്ത് നൽകാത്ത നിസ്കാരത്തഴമ്പിനെ പടച്ചോം കാണൂല, നമ്മളെ പടച്ചോം കാണൂല, കൽബിലൊരൊപ്പന പാട്ടുണ്ടോ, കയ്യില് മുന്തിരിച്ചാറുണ്ടോ. ഇങ്ങനെ പഠിച്ചു വെച്ചായിരുന്നു. പക്ഷെ പാട്ട് പോയി. ആ പാട്ട് പോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടം. കാരണം അതൊരു ഹൈലൈറ്റഡ് സോങ് ആയിരുന്നു. പിന്നെ ഒരവസരം വന്നത് സൂഫി പറഞ്ഞ കഥയിൽ നമ്മുടെ രാമനുണ്ണേട്ടൻ്റെ സ്ക്രിപ്റ്റാണ്. നമ്മുടെ പ്രഗത്ഭനായ തിരൂരിൻ്റെ കൽക്കത്ത വേണുവേട്ടൻ്റെ ഒരു റെക്കമെൻഡേഷനിലാണ് പോകുന്നത്. പക്ഷെ അവിടെ യഥാർത്ഥ സിനിമ എന്ന് നമ്മൾ ചില സമയത്ത് പറയുന്ന ചില എന്താ പറയുക സ്വകാര്യങ്ങളും ചില പിന്നെ ഈ അടക്കം പറച്ചിലുകളും നമ്മൾ വേണ്ട എന്നുള്ള ചർച്ച നമ്മൾ ഈ ചെന്നിരുന്ന സ്ഥലത്ത് ഒരു ലോഡ്ജിലായിരുന്നു, ആലുക്കാസ് ലോഡ്ജിൽ, തൃശ്ശൂരായിരുന്നു ഡിസ്കഷൻ. അവിടെ നിന്ന് നമ്മളിങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോയ വേണുവേട്ടന് തന്നെ മനസ്സ് മറന്നു. അപ്പം ഞാനിതിങ്ങനെ ചെവിയിലൊന്ന് കേട്ടു. ആളെയൊന്നും ഞാൻ പറയുന്നില്ല, ആരുകൾ സിനിമ വരുന്നതല്ല. എനിക്കത് ഇങ്ങനെ തലചൊറിഞ്ഞ് നിൽക്കണോ, നാളെയാണ് റെക്കോർഡിങ്, ഇന്ന് പോയിട്ട് കെട്ടിക്കിടക്കണം. അപ്പം ഞാൻ വേണോട്ടോട് പറഞ്ഞിട്ട് ഞാൻ പോവുകയാണ്. ആ പാട്ടാണ് തെക്കിണിക്കോലായിൽ ഗുണത്ര കൈഹട്ടം. ചിത്രചേച്ചി നിഷാദാണ് കൂടെ പാടിയെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഭാഗം ഞാനായിരുന്നു പാടുന്നത്. നിഷാദ് പാടിയ ഭാഗം ബാബു ആൻ്റണിയുടെ ജ്യേഷ്ഠനല്ലേ, അദ്ദേഹം അഭിനയിച്ച ആ ഭാഗത്ത് നിഷാദിൻ്റെ ശബ്ദം വന്ന ഭാഗത്ത് ഒരു മാപ്പിളപ്പാട്ടിൻ്റെ ട്യൂണാണത്. അങ്ങനെയുള്ള കഥാപാത്രം. ചിത്രചേച്ചി ഒരു സെമി ക്ലാസിക്കൽ ട്യൂൺ പാടിയിട്ട് ഈ മാപ്പിള ട്യൂൺ ഞാനായിരുന്നു പാടേണ്ടിയിരുന്നത്. അങ്ങനെ ഒരു സാധനം വന്നു. പിന്നെ ആ സിനിമയുടെ വേറെയുടെ ചുമതല എൻ്റെ ഒരു സുഹൃത്ത് അന്തരിച്ച ജോയ് വിൻസെന്റ്, അദ്ദേഹത്തിനും എനിക്കും കൂടി വരുമായിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തല സംഗീതത്തിൻ്റെ ഒരു ഭാഗം. ആ സാധനമേ ഇട്ടെറിഞ്ഞ് ഞങ്ങൾ ഓടി. പിന്നെ ഒരു സിനിമയിൽ ഇപ്പോൾ പാടി വെച്ചത്, സിനിമയുടെ പേരൊക്കെ രജിസ്റ്റർ ചെയ്ത പേരാണ്, അതുകൊണ്ട് ആ പേര് വേറെ വരില്ല എന്നാണ് അവർ പറയുന്നത്, ഝാൻസീറ. അത് റഫീഖിൻ്റെ വരികളാണ്. അത് തന്നെ നമുക്കൊരു അഭിമാനമാണ്. തുളസി കാളിദാസ്. പിന്നെ ആ മെയിലാണ് അദ്ദേഹം ട്യൂൺ ചെയ്തിട്ട് പിരിഞ്ഞെത്ര നാളായി എന്നോ മലയാളിന്. ഞാൻ ചിലപ്പോൾ അത് എവിടെയും പാടിയിട്ടുണ്ടാവില്ല. ഇത് അഫ്സലിൻ്റെ മുന്നിലായിരിക്കും ആദ്യം പാടുന്നത്. കാരണം ഈ സിനിമ ഇനി വരുമെന്ന് പോലും നമുക്ക് ഒന്നും പറയാൻ കഴിയും. സിനിമകൾ അങ്ങനെയാണ്. അപ്പോൾ പിരിഞ്ഞെത്ര നാളായി എന്നോ മലയാളിനെ, പിരിഞ്ഞെത്ര നാളായി എന്നോ മലയാളിനെ, മറന്നില്ലേ എന്നെ നീ, മറക്കില്ല നിന്നെ ഞാൻ, മരിക്കുവോളം പൊന്നേ മലരിതളേ, മറുപടി കേൾക്കാതെ പോയതല്ലേ എന്നഴകേ, പിരിഞ്ഞെത്ര നാളായി
എന്നോമലാളിനി. സിനിമ പുറത്ത് ഒരു ശോകഗാനം. സിനിമ പുറത്ത് അറിയില്ല, ഷൂട്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞു. ഒരു ക്ലാപ്പടിയെല്ലാം കഴിഞ്ഞു എന്ന് ഒരു തവണ അറിയിച്ചു. എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ നിന്നുപോയി എന്ന് അറിയിച്ചു. പ്രൊഡ്യൂസറുടെ പ്രശ്നമായിരിക്കാം, ഫണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലുമൊക്കെ. സിനിമന്റെ കാര്യമാണ് പറയാ. ഇത് പെട്ടിയിലുണ്ട് കേട്ടോ. ഈ പാട്ട് ഞാൻ പാടിയത് സ്റ്റുഡിയോയിൽ പെട്ടിയിലിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും പാട്ടുകൾ പാടി, കാസറ്റ് കാലത്ത് കാസറ്റുകൾ ഒരുപാട് ഇറങ്ങി. പക്ഷേ ഈ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാവില്ല. ഏത് ഗായകനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്, പാടിയ പാട്ടുകളൊക്കെ ഇഷ്ടമാണെങ്കിലും എന്നാലും മനസ്സിൽ എന്താ പറയുക വല്ലാണ്ട് ടച്ച് ചെയ്ത ചില പാട്ടുകൾ സംബന്ധിച്ച് ഊന്നില പുഞ്ചിരി തൂകി എസ്സും പാടി നടന്നു ഒരു പാവാടക്കാരി റസിയ മറന്നോ തന്നെ. കാരണം അതെനിക്ക് ഇങ്ങനെയാണ് ആ പാട്ട് ഞാൻ ചേർത്ത് വെച്ചത്. ഒന്ന്, എനിക്ക് അത്രയും മനോഹരമായൊരു ട്യൂണ്. ഒരുപാട് പേര് ഇന്ന് ഏറ്റുപാടിക്കൊണ്ടിരിക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ വെച്ചെങ്കിലും നമ്മളെ കാണുമ്പോൾ പാവാടക്കാരി റസിയ പാടിയ ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു സന്തോഷം. ഒരുപാട് പേര് ഏറ്റുപാടുന്ന പാട്ടും. ഒരു ഘട്ടം ഞാൻ പ്രണയവിവാഹമായി. ഒരു ഘട്ടം ഞങ്ങൾ 2 കുടുംബങ്ങൾ, ഞാനും അവളും കൂടി, ഇപ്പോൾ എൻ്റെ ഭാര്യ, ഞങ്ങൾ തമ്മിൽ ചേരുമോ എന്നുള്ള ഒരു ഡൗട്ട് വരെ വന്ന ഒരു പ്രണയം. ആ ഘട്ടത്തിൽ പാട്ടുകളാണ് അവളിലേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. അന്നത്തെ എൻ്റെ പാട്ടുകളാണ്. അപ്പോൾ അതിൽ വലിയ സ്ഥാനം വഹിച്ചൊരു പാട്ടാണ് പാവാടക്കാരി റസിയ. ജീവിതമായിട്ട് അതുകൊണ്ട് കൂടി ഈ പാട്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. അപ്പോൾ ഒരു 4 വരി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആ പാട്ടാണ് പാടാം. പൂനില പുഞ്ചിരി തൂകി കിസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ, പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ, പൂനില പുഞ്ചിരി തൂകി കിസ്സും പാടി നടന്നൊരു പാവാടക്കാരി റസിയ മറന്നോ, പാടത്ത് പാറി നടന്ന് ചാഞ്ചാടും തുമ്പിയുമൊത്ത് പണ്ടൊക്കെ ഓടി നടന്നത് മറന്നോ. ഇപ്പോൾ ഫിറോസ് ഗായകൻ എന്നതിലപ്പുറം ഇപ്പോൾ സജീവമായിട്ട് പൊതുരംഗത്ത് കാണുന്നുണ്ട്. കാരണം പല വേദികളിലും. അപ്പോൾ പാട്ടുകളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നത് പോലുണ്ട് ഇപ്പോൾ വളരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ വേദികൾ അത്തരത്തിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ഈ രംഗത്ത് ഇനി കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതായത് നമ്മൾ സാംസ്കാരിക രംഗത്ത് നമ്മൾ സാധാരണ പറയുമല്ലോ കേവലം ഒരു പാട്ടുകാരൻ എന്നല്ലേ നമ്മൾ പറയും, ഒരു പാട്ടുകാരൻ അല്ലേ. അപ്പോൾ ഒരു പാട്ടുകാരൻ എന്നതിൽ നിന്ന് വായനയിൽ നമ്മൾ പുറകോട്ട് പോയില്ല. അറിവുകൾ നേടുന്ന കാര്യങ്ങൾ, അറിവുകൾ സമ്പാദിക്കുന്ന കാര്യത്തിൽ നിന്ന് അറിവുകളെ നമ്മൾ തേടി പോകണം. അതിൽ നിന്ന് നമ്മൾ പുറകോട്ട് പോയില്ല. അധ്യാപികയായിരുന്ന ഉമ്മ ആദ്യമേ പറഞ്ഞു തന്ന ഈ പിന്നെ എന്താ പറയുക, സംസാരിക്കുന്ന ശൈലി, സംസാരിക്കുന്ന രീതി, അതിൽ നമ്മൾ കാണിക്കുന്ന ഒരു വിനയം, അതിൽ നമ്മൾ കാണിക്കുന്ന പിന്നെ വാക്സാമർഥ്യം, അക്ഷരസ്ഫുടത, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളിലൊക്കെ ശ്രദ്ധയോടെയാണ് ഉമ്മ വളർത്തിയത്. അത് ഏത് ഭാഷയായാലും. ഉമ്മ ഇംഗ്ലീഷിൻ്റെ ടീച്ചറായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിലൊന്നും ഒരു തെറ്റും ചെറുപ്പകാലം മുതലേ വരരുതെന്ന് ഉമ്മയ്ക്കൊരു ശാഠ്യ ബുദ്ധിയുണ്ടായിരുന്നു. അത്രയും അടിയും കിട്ടിയിട്ടുണ്ട് ഗ്രാമറൊക്കെ പഠിക്കാൻ. അപ്പോൾ പാട്ടുകാരന് ഒരു സാംസ്കാരിക രംഗത്തേക്ക് കടക്കാൻ കഴിയുക എന്ന് പറയുന്നത് എല്ലാവർക്കും സാധിച്ചൊരു കാര്യമാണ് അല്ലേ. ഒരു പാട്ടുകാരായി വളരും, അങ്ങനെ പാട്ടിലൂടെ പിന്നെ അവർ രംഗം വിടും, അല്ലെങ്കിൽ നമ്മളെ വിട്ടു പോകും. ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ കഴിഞ്ഞത് തന്നെ എൻ്റെ നാട്ടിൽ, എൻ്റെ അഫ്സലിൻ്റെ നാട്ടിൽ, പിന്നെ നമ്മുടെ ചാനലിൻ്റെ നാട്ടിൽ, ഇതെനിക്ക് തീർച്ചയായിട്ടും നമ്മളൊക്കെ എത്രയേറെ സ്ഥലങ്ങളിൽ നമ്മളെ പലരെയും കവർ ചെയ്യുന്നതല്ലേ. അപ്പോൾ അതൊരു വലിയ അഭിമാനം തന്നെയാണ് അങ്ങനെ ആവാൻ കഴിഞ്ഞത്. ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ഞാൻ പലപ്പോഴും പറയുക, എൻ്റെ കടമ, എന്നിൽ അർപ്പിതമായ കർത്തവ്യം സംഗീതത്തെയും പാട്ടുകളുടെയും മികവ് പറഞ്ഞു കൊടുക്കുക തലമുറയ്ക്ക്. അല്ലെങ്കിൽ ഇത് താഴെ പോകും, ഇത് വളരെ താഴെ പോകും. അതിപ്പോൾ എവിടെ നിൽക്കുന്നു നമ്മളിപ്പോൾ ഇനി കൂടുതൽ ചർച്ച ചെയ്താൽ നമ്മുടെ ടോപ്പിക്ക് മാറും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സംഗീതത്തിൻ്റെ പാട്ടുകളുടെ വരികളുടെ ഈണങ്ങളുടെ സംസ്കാരം ഒരു സംസ്കാരമാണ്. ഏത് പാട്ടുകൾക്കും ഓരോരോ തരമാണ്. നാടൻപാട്ടിന് ഒന്നാണ്, മാപ്പിളപ്പാട്ടുകൾക്ക് ഒന്നാണ്, പുറത്തിപ്പാട്ടുകൾക്ക് ഒന്നാണ്, ഉള്ളുവൻ പാട്ടുകൾക്ക് ഒന്നാണ്, സിനിമാ പാട്ടുകൾക്ക് മറ്റൊന്നാണ്. ഇങ്ങനെ ഓരോ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആ കല അല്ലെങ്കിൽ ആ ഒരു സംഗീതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, എങ്ങനെ കുട്ടികൾ അതിനെ ഏറ്റുപിടിക്കണം, അത് ഞാൻ നിരന്തരം പറഞ്ഞു കൊടുക്കാറുണ്ട്. അവിടെ മാത്രമേ ചില സമയത്ത് ഞാനൊന്ന് ദേഷ്യം പിടിക്കാറുള്ളൂ. എനിക്ക് ദേഷ്യം പിടിക്കുന്ന സ്വഭാവമൊന്നും റിയാലിറ്റി ഷോയിലൊന്നും ഒരു കുട്ടിയോട് ഞാൻ ദേഷ്യം പിടിച്ചെന്ന് ആരും പറഞ്ഞിട്ടില്ല, ഒരു രക്ഷിതാവും. ചില സമയത്ത് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു വെട്ടിത്തുറന്ന് പറയാം, പ്രാണസഖിക്ക് സംഭവിച്ച പോരായ്മ ഞാൻ പല സ്ഥലത്തും പറയാം. ആര് പാടിയെന്ന് പറഞ്ഞിട്ടും, ആര് പാടിയത് അഫ്സലോ ഞാനോ കേട്ടിട്ടും അതിൻ്റെ സംസ്കാരം വേറൊരു തരത്തിലേക്ക് മാറിയതിനെ അംഗീകരിക്കാൻ എത്ര പേര് തയ്യാറാവുമെന്ന് അറിയില്ല. ഞാൻ തയ്യാറല്ല.
എന്തിന് ചെയ്തു അങ്ങനെ? ആദ്യം ഒരു 150 പ്രാണസഖി പാടില്ല, 2 പ്രാണസഖിയാണ് ബാബുക്ക ദാസേട്ടനെ കൊണ്ട് പഠിച്ചത്. ഭാസ്കര മാഷ് ബാബുക്കയോട് ചോദിക്കുകയാണ്, ഇത് എന്തിനാ 2 പ്രാണസഖി ഇങ്ങനെ നിഷ്കളങ്കമായി പാടിച്ചതെന്ന്. 4ാം ക്ലാസ്സുകാരനായ ബാബുക്കയുടെ ഉത്തരം എന്തായിരുന്നു? ഈ പാടുന്ന പാട്ടുകാരൻ പണ്ഡിതനല്ല, പാമരനാണ്. അവൻ അങ്ങനെ പാടൂന്ന്. അവൻ സ്കൂളിലൊന്നും പഠിച്ചില്ല, അവന് വലിയ വിവരവുമില്ല. അപ്പൊ അവൻ പ്രാണസഖി പ്രാണസഖി അവൻ അങ്ങനെ പാടൂ. എവിടെ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് വെക്കുക? ഒന്ന് ആലോചിച്ച് നോക്കി അല്ലേ? അവൻ അങ്ങനെ പാടാൻ കഴിയും. ആ പ്രാണസഖിയെ ഈ സിന്ധുഭൈരവി എന്ന് പറയുന്ന രാഗത്തിലെടുത്ത് നിങ്ങൾക്ക് എന്തൊക്കെ സിന്ധുഭൈരവിയിൽ വായൽ വരുമോ അതെല്ലാം പാടുന്ന ഒരു അവസ്ഥയിലേക്ക് ആ പാട്ട് മാറി. ഞാൻ വേറൊരു പദപ്രയോഗം ഞാൻ വേദികളിലൊക്കെ പറയാറുണ്ട്, അത് ഞാനിവിടെ പറയുന്നില്ല. പ്രാണസഖിയൊക്കെ എന്താ പ്രാണസഖി ഇപ്പൊ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് പിടിച്ച പാട്ടാണത്. സിന്ധുഭൈരവി എന്ന് പറഞ്ഞ ഒരു കോമൺ രാഗമാണ്, എല്ലാവരും ക്ലബ്ബിലിരുന്ന് പാടുന്ന. ഞാൻ പൂനിലാപുഞ്ചിയെ കുറിച്ച് പറഞ്ഞു, സെയിം രാഗം. പക്ഷേ എന്തും നിങ്ങൾക്ക് ചെയ്യാമെന്ന് വരുമെങ്കിൽ അപ്പം ഞാൻ ചോദിക്കുന്നു ഇവരോട്, എന്നാൽ നിങ്ങൾ വരിയും മാറ്റൂ. ട്യൂണൊരു ആധികാരികതയാണ്, വരി മറ്റൊരു ആധികാരികതയാണ്. നിങ്ങൾ വരിയും മാറ്റൂ. ഇവരല്ലോ പാട്ട് മാറിയില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ട്യൂണ് മാറ്റാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു എന്ന് ചോദിച്ചാൽ ഇവരൊക്കെ പലരും പറയുന്നത് ഞങ്ങളുടെ മനോധർമ്മമാണ്. നിങ്ങളുടെ മനോധർമ്മത്തിന് നിങ്ങൾ പാടേണ്ടത് നിങ്ങളുടെ പാട്ട്, അത് നിങ്ങളുടെ മനോധർമ്മത്തിന്. അപ്പോൾ പിന്നെ ഞാനത് പറയുമ്പോൾ പറയാം, ഞാൻ കുറേ വരികൾ കുറേ കാലങ്ങൾ കേട്ടു. അഫ്സൽ ചോദിക്കാതെ പറയാം, കുറേ വരികൾ കുറേ കാലം കൊണ്ട് കേട്ടു, പലരുടെ വരികളും പാടി. അടുത്ത കാലത്താണ് ഞാൻ ചില വരികൾക്ക് രചന നിർവഹിച്ചത്. ശരി, അങ്ങനെ ഒരു പാട്ട്, കുറെ പാട്ട്, പട്ടണമാലൊക്കെ കുറെ പാട്ടുകൾ കുത്തിക്കുറിച്ചൊക്കെ കുട്ടികൾക്ക്. രചന എന്നോട് പലപ്പോഴും ഇരിക്കുമ്പോൾ ചോദിക്കുമായിരുന്നു, ഫിറോസ് ഞങ്ങളാണ് രചന എന്ന് പറയട്ടെ എന്ന്, മിണ്ടേ പോകരുത് എന്ന് പറഞ്ഞു. കുറേ വരികൾ, ചില റൗണ്ടിൽ പാട്ടുകൾ തികയാതെ സംഗീത സംവിധായകൻ നമ്മുടെ മുന്നിലുണ്ട്. രചന ആരെക്കൊണ്ട് രചന എന്ന് പറഞ്ഞാൽ എഴുതി കിട്ടണം. മ്യൂസിക് ചെയ്യുന്ന ആള് ഗ്രൂമറായിട്ട് അവിടെ ഉണ്ടാവും. ഗ്രൂമർ അഷ്റഫ് മഞ്ചേരി, അഷ്റഫ് കാളികാവ്, പിന്നെ ഒയു ബഷീർ, കുറേ പേരുണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ട്യൂണിട്ട് തരും, നമുക്കും ട്യൂണിടാം. ഓർക്കസ്ട്രയിലുള്ള ഖമറു, വിജയനൊക്കെ ട്യൂണിട്ട് തരും. വരി വേണ്ടേ? സൽക്കാര റൗണ്ടിൽ പത്തിരി, പൂത്തിരി, മാത്തിരി, ചേത്തിരി എന്നൊക്കെ പറഞ്ഞു പൂവട, പാലട, എത്രയോ പാട്ടുകൾ. ഒരു പാട്ട് ഓർമ്മയില്ല, ഒരു പാട്ട് പൂർത്തീകരിച്ചത് ഓർമ്മയില്ല. അതായത് പ്രവാസം റൗണ്ടിൽ നമ്മുടെ അന്തരിച്ചുപോയ കാരത്തൂർ ഇസ്മായിൽ കുട്ടിത്തത്തമ്മ ചേലുള്ള വീലിയൊക്കെ പ്രഗത്ഭനായിരുന്നു. ഞാൻ ഒരുപാട് കടപ്പെട്ടൊരു മനുഷ്യനാണ്. എന്നെ ഗൾഫിലേക്ക് ആദ്യം എൻ്റെ പ്രയാസത്തിൽ എനിക്കൊരു ഫ്രീ വിസ ഇട്ട് എന്നെ അവിടെ എത്തിച്ച ആൾ കൂടിയാണ്. ഇസ്മായിൽ ക എഴുതിയ പാട്ടായി. ഇസ്മായിൽ ക പിന്നെ ഞാൻ വിളിച്ചിട്ട് ഒരു പാട്ടിൻ്റെ തുടക്കം പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് പോയി വരാം ഞാനുമ്മ നിങ്ങളെ പോറ്റുവാൻ, ആവും വിധം ഞാൻ ശ്രമിച്ചു നോക്കാം. ഇത്രനാൾ നിങ്ങളെ പോറ്റിയിടുവാൻ പറ്റിയതില്ല, ഞാൻ എന്ത് ചെയ്യും? ലാഞ്ചിക്ക് ഗൾഫിലേക്ക് പോകുന്ന മകന്റെ സങ്കടം. മകൻ ഉമ്മയോട് ലാഞ്ചി കയറുമ്പോൾ കടപ്പുറത്ത് നിന്ന് പറയുകയാണ്. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ ഒരു കഥാപ്രസംഗം ഫീൽ ചെയ്യുന്നു. ഇത് കഥാപ്രസംഗത്തിലെ പാട്ടാണ്. കഥാപ്രസംഗത്തിലെ 4 വരിയാണ്. തൃക്കുളം കൃഷ്ണൻകുട്ടിയുടെ കഥാപ്രസംഗത്തിൽ, ഫോറിൻ എന്ന് പറയുന്ന കഥാപ്രസംഗത്തിൽ ഉമ്മയോട് മകൻ യാത്ര പറയുന്ന 4 വരിയാണ്. പോയി വരാം ഞാനുമ്മ നിങ്ങളെ പോറ്റുവാൻ, ആവും വിധം ഞാൻ ശ്രമിച്ചു നോക്കാം. ഇത്ര നാൾ നിങ്ങളെ നോക്കിയിടുവാൻ പറ്റിയതില്ല, ഞാൻ എന്തു ചെയ്യും? സിമ്പിൾ വരികളാണ്. അനുപല്ലവി ഇല്ല. പ്രവാസ റൗണ്ടിൽ പാട്ട് തികയുന്നില്ല. ഞാൻ അങ്ങനെ ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ മുൻപ് കുറേ പാട്ടുകൾ ഇങ്ങനെ വരും. അപ്പോൾ ഇസ്മായിലിക്കെ വിളിച്ചു. ഇസ്മായിലിക്ക് കുറച്ച് വരികൾ എഴുതി. ഇസ്മായിലിക്ക് എന്നോട് പറഞ്ഞു, ഒരു 4 വരിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ പറഞ്ഞു 4 വരി പോരല്ലോ ഇസ്മായിൽക്ക എന്ന് പറഞ്ഞു. ഒരു ഘട്ടം ഞാൻ ചുരുക്കി പറയാം. ഇസ്മായിൽക്ക ആദ്യം ഒരു അനുപല്ലവി പറഞ്ഞു തന്നു. ഈത്തപ്പഴത്തിൻ്റെ നാട്ടിലെത്തിയിടുവാൻ ഈ കൊതി പണ്ടേ വളർന്നു കൽബിൽ, ഒത്തിരി വരി മറന്നുപോയി, മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ പിന്നെ കരയിറങ്ങി പ്രവാസവും തുടങ്ങി എന്നാണ് ആ വരികൾ. അപ്പം അവിടെ ചെന്ന് ലാഞ്ചിക്ക് ഇറങ്ങി. ചരണം വേണമല്ലോ, ചരണം എഴുതാൻ ഇസ്മായിൽക്ക് പിന്നെ അവൈലബിൾ ആവുന്നില്ല. ആ ഒരു ഘട്ടം അദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഞാൻ പേപ്പർ കൊടുത്ത് വെച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞ 4 വരി വെച്ചു, ഒന്നും കിട്ടുന്നില്ല. അടുത്ത അനുപല്ലവി ഞാൻ എഴുതുകയാണ്. എൻ്റെ ആദ്യത്തെ വരികൾ ചിലപ്പോൾ അതായിരിക്കും.
പുന്നാരപ്പെങ്ങളെ കെട്ടിച്ചയക്കണം, സ്വന്തമായൊരു കൂര പണിഞ്ഞിടണം. പോറ്റി വളർത്തിയ മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കി കാത്തിടണം. മനസ്സിൻ മുറാദുകൾ നിറവേറ്റി തന്നിടാൻ അഹദവനോടും മധുവാ ചെയ്യണം. അതാണ് രചന ഞാൻ ആദ്യം എഴുതുന്ന വരികൾ. ഇനി ഇതിലേക്ക് വരാം. ഇപ്പം ഞാൻ ഒരു നല്ല വരികൾ ശ്രേഷ്ഠമായ എന്ന് പലരെ കൊണ്ട് ഞാൻ ലീലാകൃഷ്ണേട്ടനെ പരിചയം കാണിച്ചു, വേറൊരാളെ കാണിച്ചു. അവരൊക്കെ കുഴപ്പമില്ല എഴുതു എന്ന് പറഞ്ഞ വരികളാണ്. അത്രയല്ലേ എന്നെ കുറിച്ച് വരി എഴുത്തിൽ പറയാൻ കഴിയും. അത് ഒരു കടുത്ത പ്രണയമാണ്. നിൻ ഹൃദയം വിട്ടകലുവാൻ വയ്യേതു സ്വർഗത്തിലേക്ക് എന്നെ വിളിച്ചാലും, നിൻ ഹൃദയം വിട്ടകലുവാൻ വയ്യേത് സ്വർഗത്തിലേക്ക് എന്നെ വിളിച്ചാലും, നിൻ സ്വരം കേൾക്കാതെ കഴിയുവാൻ വയ്യെനിക്ക് ഏതു സ്വരം കാതിൽ മൂളിയാൽ. ഒരു ട്യൂണും വെറുതെ മൂളി വെച്ചിട്ടുണ്ട്. നിൻ ഹൃദയം വിട്ടകലുവാൻ വയ്യേതു സ്വർഗത്തിലേക്കെന്നെ വിളിച്ചാലും, നിൻ സ്വരം കേൾക്കാതെ കഴിയുവാൻ വയ്യെനിക്കേതു സ്വരം കാതിൽ മൂളിയാലും. ഒരാളോടുള്ള കടുത്ത പ്രണയം. നിന്നടുത്തെത്തിയാൽ ജീവനെ എന്നോതി നിൻ മനസ്സ് എന്നെ വിളിക്കുന്നത്. നിന്നിൽ നിന്ന് എന്തു കൊതിച്ചിടാൻ ഞാനെന്ന്, നീയും നിന്നാത്മാവും എന്നിലല്ലേ. നീ എൻ്റെ മനസ്സിൽ കുടിയേറിയിരിക്കുന്നുണ്ട്, നിന്നിൽ നിന്ന് വേറെ ഞാൻ എന്ത് കൊതിക്കാനാണ്, നീ എന്നിലുണ്ടല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ വരികളെ കണ്ടപ്പോൾ മുഴുവനായിട്ട് എഴുതി. ഒരു നല്ല ലളിതഗാനം, ഒരു കടുത്ത പ്രണയം തുളുമ്പുന്നൊരു ലളിതഗാനം. ട്യൂണാവണം, പാടി പൂർത്തീകരിക്കണം. ആഗ്രഹങ്ങളൊക്കെ ഒരുപാടാണ്. വലിയ ആരുടെയെങ്കിലും ശബ്ദം. മത്സരവേദിയിൽ ആദ്യമായിട്ട് പാടിയ ലളിതഗാനം തന്നെയാണ് മത്സരവേദി. അതെ, കലോത്സവം തുടങ്ങുന്ന സമയത്ത് ബാലകലാമേളയല്ലേ, ബാലകലാമേളകളിൽ സിനിമാ പാട്ടുകൾ പാടാമായിരുന്നു. നന്ദ്യാർ വട്ടപ്പൂ ചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ, ഞാൻ ഒരു കൊല്ലം പാടിയ സിനിമാ പാട്ടാണ്. നിന്റെ മിഴിയിൽ നീലോൽപ്പലം, നിന്നുടെ ചുണ്ടിൽ പൊന്നശോകം, അരക്കള്ളം മുക്കാക്കളല്ലേ ഒരു കൊല്ലം പാടിയതാണ്. പൂവിന് കോപം വന്നാലത് മുള്ളായി മാറുമോ തങ്കമണി, ചട്ടമ്പി കല്യാണ ശ്രീമരതം ഒരു കൊല്ലം പാടിയതാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ, കൺമണിയെ കണ്ടുവോ നീ, കവിളിണ തഴുകിയോ നീ. ഇതൊക്കെ ബാലകലാമേളയിൽ പാടി പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഞാൻ 7ാം ക്ലാസ്സിലാവുമ്പോഴാണ് ലളിതഗാനം പാടണം എന്ന നിയമം വരുന്നത്. ഞാൻ 7ലാവും. 7ാം ക്ലാസ്സിലെ എൻ്റെ സബ് ജില്ല എൻ്റെ സബ് ജില്ല ചേന്നര സ്കൂളിലായി, വള്ളത്തോളിൻ്റെ പേരിലുള്ള ചേന്നര സ്കൂൾ. അവിടെ ഞാൻ പാടിയത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു ക്യാമ്പിന് പോയിട്ട് പഠിപ്പിച്ച ആളെ ഓർക്കണം. സുബലക്ഷ്മി ടീച്ചർ അടുത്ത് മരണപ്പെട്ടു. അതായത് ആർ സുബലക്ഷ്മി, നമ്മളെ സിനിമയിൽ കോമഡി അഭിനയിക്കുന്ന മുത്തശ്ശി. കുറേ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകളുണ്ട്. ആരാ കല്യാണിൻ്റെ അമ്മ, മുത്തശ്ശി കഥാപാത്രങ്ങളായിട്ടാണ് ഇപ്പോൾ അടുത്ത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടു. മുത്തശ്ശനായിട്ട് അഭിനയിക്കുന്ന കൈതപ്രം അമ്മോശന്റെ കൂടെ സ്ഥിരമായിട്ട് വരുന്ന മുത്തശ്ശി, അതാണ് ആർ സുബലക്ഷ്മി. പിന്നെ കല്യാണരാമനിലൊക്കെ ആ മുത്തശ്ശി അവര് ഒരു തിരുവനന്തപുരത്ത് ഒരു ക്യാമ്പിന് ഞങ്ങൾ കുട്ടികൾ പോയിട്ട് പഠിപ്പിച്ച പല പാട്ടുകളിൽ ഒരു പാട്ട്, വിരുന്നിനാരോ വരുമെന്നൊരു തിരുവോണ പക്ഷി ചിലച്ചു, വിരുന്നിനാരോ വരുമെന്നൊരു തിരുവോണ പക്ഷി ചിലച്ചു. ഈ ഓണനാളിൽ പാടാൻ പറ്റിയ പാട്ടുകൾ അല്ലേ. നീരാടി കുളിരും കോരി കാർക്കുഴലറ്റം കെട്ടി, സ്വപ്നമെന്നൊരു തിരുമൊഴിയിൽ സ്വർഗനീലിമാരുളുമ്പോൾ, വിരുന്നു വന്നു ഞങ്ങൾ വിരുന്നു വന്നു, വിരുന്നിനാരോ വരുമെന്നൊരു തിരുവോണ പക്ഷി ചിലച്ചു.
പക്ഷി ചിലച്ചു. ഇതാണ് ആദ്യം പാടുന്ന ലളിതഗാനമായിട്ട് പാടുന്ന പാട്ട്. അല്ല ആ വർഷം സംസ്ഥാനത്തിലൊന്നും അല്ല, ആ വർഷം സബ് ജില്ല UP അല്ലേ? അല്ല സംസ്ഥാന തലത്തിൽ മത്സരിച്ചു. പിന്നെ 8ാം ക്ലാസ് പോയി ദേവദാർ ഹൈസ്കൂൾ. 8ാം ക്ലാസ് മുതൽ സംസ്ഥാനം തുടങ്ങി, ജില്ല തുടങ്ങി, സംസ്ഥാനം തുടങ്ങി. 8ാം ക്ലാസ്സിന് സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടുന്നത് തബലയ്ക്ക്. ആ വർഷം മുതലേക്ക് തബല തുടങ്ങുന്നുള്ളൂ. തബലയ്ക്ക് തേർഡ് 8ാം ക്ലാസ്, അതായത് 78, 79, 89 ക്ലാസ്സിൽ നിന്ന് സംസ്ഥാന തലത്തിൽ സമ്മാനം കിട്ടുന്നത് പദ്യപാരായണത്തിന് സെക്കൻഡ്. അത് സംഭവമുണ്ട്. പദ്യപാരായണത്തിന് എൻ്റെ മുന്നിലിരുന്ന് മാർക്ക് ഇടുന്നത് വൈലൂപ്പള്ളി ശ്രീധരമേനോനാണ്. എനിക്കറിയില്ല, കുട്ടികളല്ല. കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു, ആരാ മോനെ മുന്നിലിരുന്ന പ്രധാന ജഡ്ജ് എന്നറിയോ? അന്ന് 2 ജഡ്ജസ് അവർ, 3 പേര് പലപ്പോഴും 2 പേരാണ്. പിന്നെയാണ് ഈ പാനലിൽ ക്ലാഷുകൾ വരാൻ തുടങ്ങിയപ്പോഴാണ് 3 പേരുടെ അഭിപ്രായം സ്വരൂപീകരണം വന്നത്. ആരുടെ മുന്നിലാ മോൻ പാടിയെന്നറിയുമെന്ന് പറഞ്ഞു. ഞാൻ പാടുന്നത് അദ്ദേഹത്തിൻ്റെ കവിതയല്ല, പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കവിത കഥാപ്രസംഗമാക്കി പറഞ്ഞു. അന്ന് പാടിയത് വള്ളത്തോളിൻ്റെ ഉദ്യാനദേവത. ഓരോ മലരിലും ഓരോ തളിരിലും കൂടി കുഴങ്ങേണ്ട നേത്രമേ നീ ഉദ്യാനദേവത താൻ തന്നെയല്ലയോ ഹൃദ്യമാമീ മണി തിണ്ണയിന്നേ. കവിത ഇതിന് സെക്കൻഡ് കിട്ടി. പിന്നെ എൻ്റെ 10ാം ക്ലാസ് 80-81 ചരിത്രപ്രധാനമായ മലപ്പുറം ജില്ലയുടെ ലളിതഗാനത്തിൻ്റെ മുൻപോ ശേഷമോ കിട്ടാത്ത ഒരേ ഒരു സമ്മാനം, അകലെ ഒരു അമ്പലപ്പൂ. അതിൻ്റെ ചരിത്രം പറഞ്ഞാൽ ഒരുപാട് പേരെ ഓർക്കണം. അതിന് സ്വീകരണം തന്ന കാര്യത്തിലൊക്കെ അടുത്തിടെ നമ്മൾ വിട്ടുപോയ കുട്ടിയമ്മദ് കുട്ടിക്ക ദേവദാറിൽ വെച്ചിട്ട്, കാരണം അദ്ദേഹത്തിന് കലയറിയാം, വളരെ സാഹിത്യം അറിയാം, വായനയുടെ മികവറിയാം. എനിക്കൊരു 8 ബുക്കാണ് തന്നത് സമ്മാനം. ദേവദാർ സ്കൂളിൽ ഒരുക്കിയ സ്വീകരണത്തിൽ 81 അദ്ദേഹം താന്നൂർ ആരായിരിക്കുന്നു എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനം തുടങ്ങുന്ന കാലം ചെറിയ ചുമതലകളായി. പക്ഷേ പിന്നെ ഒരു തികഞ്ഞ കലാഹൃദയമുള്ള, അതിനുശേഷം ഞാനൊക്കെ ഇപ്പോൾ അഫ്സലിനോട് ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ വരെ പറഞ്ഞ പല പോയിന്റുകളില്ലേ, നമ്മൾ കലയ്ക്ക് വേണ്ടി പറഞ്ഞ പല പോയിന്റുകൾ, ഇതൊക്കെ പലതും ഇതുപോലുള്ള പലരിൽ നിന്നും നമ്മൾ കേട്ട അറിവുകൾ. കുട്ടിയാമ്മൂട്ടിക്കൊക്കെ പറഞ്ഞു തന്ന പല കാര്യങ്ങളുണ്ട്, ശ്രീരാഷ്ണേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്, ഗോപിയേട്ടൻ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് പേരിൽ നിന്നും, ഷാബായിൽ നിന്നും, ബാബുക്കയുടെ അറിവിൽ നിന്നൊക്കെ നമ്മൾ സ്വീകരിച്ച ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ലളിതഗാനത്തിന് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഉമ്മ ഇവിടുന്ന് ലീവൊക്കെ എടുത്ത് കണ്ണൂർ വന്നു. കണ്ണൂർ പോലീസ് മൈതാനിയിൽ 3ാം ദിവസത്തെ, 3 ദിവസമാണ്, 5 ദിവസമാണ്. ആദ്യത്തെ ഇനമാണ് ലളിതഗാനം. അത് പാടുന്നു. അത് പാടി അകലെ ഒരാമ്പലപ്പൂ അവളൊരു സുന്ദരിപ്പൂ കവിളോ നനഞ്ഞിരിപ്പൂ കരളോ തളർന്നു നിൽപ്പൂ കരളോ തളർന്നു നിൽപ്പൂ. ഇത് സിമ്പിൾ ലളിതഗാനം. അതാണ് വിധികർത്താക്കൾ 2 പേരും എഴുതിയത്. ഒരു ലളിതഗാനം, ലൈറ്റ് സോങ്, അതാണ് അർത്ഥവത്താക്കിക്കൊണ്ട് പാടിയെന്ന് പറഞ്ഞു. സംസ്ഥാന കലോത്സവത്തിന് സമ്മാനം അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ എസ്കോട്ടിംഗ് ടീച്ചറുടെ കൂടെ തിരൂരെത്തി. കാരണം കിട്ടില്ല എന്ന് വിധി എഴുതി. അദ്ദേഹത്തെ പഴി പറയല്ല, പേരും പറയുന്നില്ല. തിരൂരിലൊരു സ്കൂളിലെ പ്രഥമനായ ഒരു അധ്യാപകൻ. അദ്ദേഹം ഒറ്റ വാക്ക് എൻ്റെ ഉമ്മയോട്, ഉമ്മ സങ്കടത്തോടെ റിസൾട്ട് അറിഞ്ഞ, അന്ന് റിസൾട്ട് അപ്പം പറയില്ല, ടാബുലേറ്റ് ചെയ്തിട്ട് പോകുന്നത് വൈകുന്നേരം ഉച്ചയ്ക്ക് അനൗൺസ് ചെയ്യുകയും അറിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ, മലപ്പുറം ജില്ലയ്ക്ക് ലളിതഗാനത്തിന് സമ്മാനമോ ടീച്ചർ, എനിക്ക് വട്ടുണ്ട്. മലപ്പുറം ജില്ല കോൽക്കളിയും ദഫുമുട്ടും മാപ്പിളപ്പാട്ടും അറവനെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകും എന്ന് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു ധ്വനിയുണ്ട്. നമുക്ക് സംശയിക്കുന്ന വിധമാണ് അദ്ദേഹം പറഞ്ഞത്. ഭയങ്കര സങ്കടമായിപ്പോയി. അതും അദ്ദേഹം ഉമ്മയോട് പിന്നെ പറഞ്ഞു എന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ വലിയ സങ്കടം. റിസൾട്ട് അറിയാതെ പോന്നു. തിരൂരെത്തി, ആസ് യൂഷ്വൽ കിടന്നുറങ്ങി രാവിലെ സ്കൂളിൽ ചെല്ലുന്നു. ഉമ്മ 10 രൂപ കൊടുത്തിട്ട് സ്കൂളിൽ വരും. സോമശേഖര മാഷാണ് ദേവദാറിലെ അജിയുടെ സ്ട്രിക്റ്റ് ആണല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ്. മാഷയുടെ അടുത്ത് ഉമ്മ ഇങ്ങനെ ഇരിക്കുക കസേര. എന്നെ ക്ലാസ്സിൽ നിന്ന് പ്യൂണിനെ വിളിപ്പിച്ചു. പിന്നെ അവിടെ യുദ്ധമാണ് ഉമ്മയും മാഷും കൂടെ. ഉമ്മ ടീച്ചറല്ലേ, മാഷു. ഉമ്മ കരയുന്നു,
പിന്നെ മാഷോട് എന്തെല്ലാം ഉമ്മ സങ്കടത്തോടെയും ദേഷ്യത്തോടെയും പറയുന്നതെന്നുള്ളത് എനിക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അമ്മ പറയാം, എൻ്റെ മോന് മുഖ്യമന്ത്രി ഇനി ഒരു അവാർഡ് കൊടുക്കുന്നത് വാങ്ങാൻ നിങ്ങൾ മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവരും, വിദ്യാഭ്യാസ മന്ത്രി അവാർഡ് കൊടുക്കുന്നത് ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊടുപ്പിക്കും, അതിന് നിങ്ങൾക്ക് പറ്റുമോ? അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒന്ന് ചെയ്തിട്ടും എൻ്റെ കുട്ടിക്ക് ഒന്നും ആവില്ല എന്ന് പറഞ്ഞു ഉമ്മ കുട്ടിക്കറിയാം. ചോര വരുന്ന ഒരവസ്ഥയായിരുന്നു ഉമ്മയുടെ കണ്ണ്. ഞാനും എന്നെ നിങ്ങൾ കണ്ടോടുകൂടി ചേർത്ത് പിടിച്ച് കരച്ചിലോട് കരച്ചിൽ. മാഷും കൂടി നിൽക്കുന്ന അധ്യാപകരും ഭയങ്കര നെർവസായി സീനായിപ്പോയി. പിന്നെ മാഷ് പറഞ്ഞു, മാഷേ ടീച്ചറെ ഒരു വാക്ക് തരാം, ഇവിടെ ഒരു വലിയ സ്വീകരണം ഫിറോസ് ബാബുവിന് ഒരുക്കും. സംസ്ഥാന തലത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് കിട്ടുന്ന ചിലപ്പോൾ ആദ്യത്തെയോ രണ്ടാമത്തെയോ അംഗീകാരമായിരിക്കും കലോത്സവങ്ങളുടെ ചരിത്രത്തിൽ. 22ാമത്തെ കലോത്സവത്തിലാണ് ഞാൻ വിന്നറാവുന്നത്. ഇപ്പം ഞാൻ വിധികർത്താവായിട്ട് സംസ്ഥാന കലോത്സവങ്ങളിൽ 12 കൊല്ലമായി. 62ാമത്തെ കലോത്സവത്തിനാണ് ഇപ്പോൾ ഞാൻ കൊല്ലത്ത് പോയത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, 40 കൊല്ലം മുമ്പ് പാടിയ ലളിതഗാനത്തിൽ ഞാൻ ഇരുന്നിരുന്നു. ഞാൻ മത്സരിച്ച കുട്ടികൾക്ക് വിധി പറയുമ്പോൾ, ജഡ്ജ്മെൻറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞും കൊടുത്തു. അന്ന് ഇതല്ലായിരുന്നു ലളിതഗാനം. ഫോർമാറ്റുകൾ മാറി, കുട്ടികളുടെ കഴിവിൻ്റെ രൂപം മാറി. പക്ഷേ പാട്ട് നിങ്ങളിങ്ങനെ പുറത്ത് പാടിയാൽ പോരാ, ഹൃദയത്തിൽ നിന്ന് തന്നെ പാടണം, ഹൃദയത്തിൽ നിന്ന് പാടുന്ന കുട്ടിക്ക് തന്നെയാണ് മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സംസ്ഥാന തലത്തിലെ ആ ഒരു റെക്കോർഡ് ഇപ്പോഴും ആരും ഭേദിച്ചിട്ടില്ല. ലളിതഗാനത്തിന് പിന്നെ ശേഷം സംസ്ഥാന തലത്തിൽ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, ആർക്കും കിട്ടിയിട്ടില്ല. പിന്നെ സ്റ്റേറ്റിന് കിട്ടിയത്, അല്ല നമ്മുടെ ജില്ലയ്ക്ക് കിട്ടിയത് മറ്റു പല ഇനങ്ങളും അറിയാലോ, PKM-നും എല്ലാ രംഗത്തും. അതെ. പിന്നെ പാട്ടാണ് ജീവിതത്തിൽ ഒരു പ്രധാന ഭാഗമായി മാറിയത്. ജീവിത സഖിയും വന്നത് പാട്ടിലൂടെയാണ്. പാടുമോ? ഭാര്യ പാടുമോ? ഭാര്യ ഇല്ല, അവളിങ്ങനെ മോളും. അന്ന് അവളുടെ പാട്ട് എനിക്ക് വലിയ പാട്ടാണ്. പ്രണയം ഇങ്ങനെ ഉല്ലസിച്ച് നിൽക്കുന്ന സമയത്ത്, 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി എന്ന് പാടിയിട്ട് വെറുതെ മൂളിയിട്ട്. ഈ പാട്ട് പാടാൻ വലിയ പ്രയാസമല്ലേ, സിമ്പിളല്ല. ഇതൊരു കാസറ്റിൽ മൂളിയിട്ട്, അന്ന് കാസറ്റിൽ മൂളിയിട്ട് എനിക്ക് കൊടുത്തയച്ചു. ഞങ്ങൾക്കൊരു പോസ്റ്റ്മാൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാനാണ്, ഞങ്ങളുടെ രണ്ടുപേരുടെയും പോസ്റ്റ്മാനാണ്. ഞങ്ങൾക്ക് കത്ത് തരുന്നതും അവളുടെ വീട്ടിൽ കത്ത് കൊടുക്കുന്നതും രണ്ടും മീനടുത്തൂരായതുകൊണ്ട് ഒരേ ആളാണ്. പ്രഗത്ഭനാണ്. അദ്ദേഹത്തിന് അത് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. ഇന്നും എന്നോട് പറയും, നാരായണൻകുട്ടിയേട്ടൻ തിരൂരിന്റെ പ്രഗത്ഭനായ പാട്ട് പോസ്റ്റ്മാനാണ്. നാരായണൻകുട്ടിയേട്ടന്റെ കയ്യിൽ ഞാൻ അവിടുന്ന് ഇത് കൊടുക്കും, സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ചെയ്യണം. നാരായണൻകുട്ടിയേട്ടൻ അവിടെ കൊടുക്കും, അവിടുന്ന് ഒരു കവർ കൊടുക്കും, അതൊരു കാസറ്റ് ആയിരിക്കും. അത് തിരിച്ച് പിറ്റേ ദിവസം എനിക്ക് കൊടുത്തു. കാസറ്റിലൂടെയാണ് ഒരു പ്രണയം. കാസറ്റുകളും കത്തുകളും കാർഡുകളും കൈമാറിയത്. എത്ര വർഷം നീണ്ടുന്ന പ്രണയം? 4 കൊല്ലം. 4 കൊല്ലം പ്രണയം. അങ്ങനെ 2 അമ്മാവന്മാരുടെ കുറച്ച് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ. പാട്ടുകാരനായിരുന്നു. അവളുടെ പാപ്പ ബോൾഡായിട്ട് തീരുമാനമെടുത്തു, അമ്മയും ബോൾഡായിരുന്നു. ഇപ്പോൾ 3 മക്കളുടെ ഉമ്മയായിട്ട് വീട്ടിലെ ജീവിത സഖിയായിട്ട് കൂടെ അവൾക്ക് ഉള്ള കുറച്ച് പാട്ടും കുറച്ച് കലയും എനിക്കുള്ള അത്യാവശ്യം മോശമല്ലാത്ത പാട്ടും എല്ലാം കൂടെ ചേർന്ന് മൂത്ത മകൻ നന്നായി പാടും. പക്ഷെ അവനെ ഞാൻ പാട്ടുരംഗത്തേക്ക് മാത്രം എന്ന് പറഞ്ഞ് ഇറക്കാൻ ഒന്നും മടിച്ചു. കാരണം മാറി മറിയില്ല. അപ്പോൾ അവനൊരു ജോലിയിൽ അബുദാബിയിലിരിക്കുന്നു, മനോഹരമായിട്ട് പാടും. അവിടെ പരിപാടികൾക്കൊക്കെ പാടുന്നുണ്ട്. ചെറിയ ചെറിയ വർക്കുകളിലൊക്കെ ഇവിടെയും വന്ന് പാടിയിട്ടുണ്ട്. അത്രാണ്ട് ആളങ്ങ് പോപ്പുലർ ആയിട്ടില്ല. 2ാമത്തെ മകള് അവൾ സേഫാണ് സൗദിയിലെ ഹസ്ബൻഡിന്റെ കൂടെ, അവളും പാടും, തിരുത്തി തരുന്നുണ്ട്. അപ്പൊ അവിടെ അങ്ങനെയല്ലല്ലോ എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഒരു വലിയ നന്ന ചെറിയ മകളിപ്പോ പിന്നെ അനസ്തേഷ്യ ടെക്നോളജിക്ക് പഠിക്കുന്നു മംഗലാപുരത്ത്. അവളും പാടും. ഇനിയിപ്പോൾ അത് പേരക്കുട്ടികൾക്കും ഒക്കെ. പിന്നെ എനിക്ക് വന്ന് കയറിയ മരുമകള് കല്യാണം കഴിയുന്ന മകൻ്റെ ഭാര്യ, അത് കല്യാണം കഴിയുന്ന സമയത്ത് വയലിനൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വയലിൻ ഇൻസ്ട്രുമെന്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ സംഗീതം അത്രയും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവളിലും സംഗീതമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കുടുംബം ഏകദേശം എല്ലാവരും സംഗീതത്തിന്റെ ഒരു സഹോദരിമാരെ പറ്റിയൊക്കെ അറിയാം. രണ്ടാളും പാടുന്ന കാലം. അപ്പൊ ആ ഒരു സംഗീത കുടുംബം തന്നെ മക്കളെ ആ രീതിയിൽ തന്നെ അങ്ങനെ കൊണ്ടുപോകാൻ കഴിച്ചു അല്ലേ? വളരെ സന്തോഷം അല്ലേ? അപ്പോൾ നേരത്തെ നമ്മൾ ഒരു പോയിന്റ് പറഞ്ഞ് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ കഥയിലേക്ക് പോയത്, ഈ വരും തലമുറ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശബ്ദങ്ങൾ മാറും അവസരം. അതായത് പഴയ ആളുകളുടെ ശബ്ദത്തിൽ തന്നെ പാട്ടുകൾ കേൾക്കണം എന്ന് പറഞ്ഞാൽ പാട്ടുകൾ ഇനി പുതിയൊരു ശബ്ദത്തിൽ വരില്ല അല്ലേ? അങ്ങനെ അത് തന്നെ മാത്രം മതി, ആ റെക്കോർഡുകൾ തന്നെ കേട്ടാൽ മതി. അങ്ങനെയല്ല, പുതുതലമുറ പാടിക്കൊണ്ടിരിക്കണം. പാടുന്ന ഒരുപാട് തലമുറ പുറത്തു വരുമ്പോൾ ഷോകളിലൊക്കെ കുട്ടികൾ അറിയാതെ എന്ത് പിടിച്ച പാട്ടെന്നാ പറയാതെ എവിടെയാ അത് കൊണ്ടുവയ്ക്കാൻ മതി. പക്ഷേ പാട്ടിന് വരികളിലും ഈണത്തിലും ഉള്ള ഒരു സംസ്കാരം അതവർ മാറ്റിക്കൊടുക്കും.
അതൊരു പാട്ട് ജനിച്ചു മരിക്കുന്നതിന്റെ ഉള്ളിൽ ആ പാട്ട് തന്നെ അല്ലേ? ശരിയല്ലേ? ആ പാട്ട് അങ്ങനെയാണ്. ഇളവന്നൂർ മഠത്തിലെ ഇണക്കുയിലി എന്നുള്ളത് ട്യൂണ് മാറ്റി പാടാൻ നിങ്ങൾക്കൊരു അധികാരമില്ല. അങ്ങനെ തന്നെ പാടണം. പാട്ട് ഇളവന്നൂർ മഠത്തിലായിട്ട് നിൽക്കണ്ടേ? അത് ദേവരാജൻ മാഷ് എത്ര കഷ്ടപ്പെട്ട് ചെയ്തൊരു പാട്ടാണ്. പ്രാണസഖി അങ്ങനെ നിൽക്കണം, അകലെ അകലെ നീലാകാശം അങ്ങനെ നിൽക്കണം, എല്ലാ പാട്ടുകളും അങ്ങനെ നിൽക്കണം. അപ്പോൾ നമ്മൾ പിന്നെ അതാണ് സംസ്കാരം. അതെ, ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ശബ്ദങ്ങൾ വരണം, പാട്ടുകൾ വരണം. ഒരു തലമുറ ഇങ്ങനെ പാടിപ്പോകും. ആ പാട്ട് അതേ നഷ്ടപ്പെടുന്നില്ല. അതിനിടയിൽ അവർക്ക് പാടാവുന്ന പുതിയ പാട്ടുകൾ വരും, അവരുടെ പാട്ടായിട്ട് അത് പാടും. ആ പാട്ടിൽ അവരുടേതായ ചെറിയ കോൺട്രിബ്യൂഷനൊക്കെ ചിലപ്പോൾ സ്റ്റേജിൽ പാടുമ്പോൾ ഇപ്പോൾ യാ റസൂലുള്ളാഹിൽ എനിക്ക് ചെറിയ ടച്ചുകൾ മാറ്റി പാടാം വേണമെങ്കിൽ. പൂനിലാ പുഞ്ചിരിയിൽ എനിക്ക് എൻ്റെതായ തൊണ്ടയിൽ വരുന്ന ടച്ചുകൾ പാടാം. മറ്റ് പ്രഗത്ഭമായ പാട്ടുകളിൽ മറ്റുള്ളവരുടെ പാട്ടുകളെടുത്ത് ഞാൻ വേറെന്തൊക്കെയോ ആക്കി തീർക്കുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അനുവദിക്കാനുള്ള കാര്യമാണ്. ശരി, തീർച്ചയായിട്ടും അല്ലേ? ഓക്കെ, വളരെ സന്തോഷം. ഒരുപാട് സമയം നമ്മൾ ഈ തിരുവോണ ദിനത്തിൽ അനുഭവങ്ങളും 50 വർഷം മുമ്പുള്ള ഒരു വേദി പങ്കിട്ട മഠത്തിനടുത്ത് ഭാഷാപിതാവിന്റെ മണ്ണിൽ നമ്മൾ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ 50 വർഷത്തിന് ശേഷവും അല്ലേ എന്തെല്ലാം മാറ്റങ്ങളും മനുഷ്യൻ്റെ ആരോഗ്യ അവസ്ഥകളിൽ, മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിലൊക്കെ വന്നു. ഇപ്പോഴും എനിക്ക് അഫ്സലിൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് TCVക്കും കേരള വിഷനും ഒക്കെ വേണ്ടി ഇങ്ങനെ ഒരു കലാസൗഹൃദം പങ്കിടാൻ കഴിഞ്ഞുള്ള ഒരു സന്തോഷം, ഒരു വിശ്വാസം എനിക്കുണ്ട്. ഈ ഒരു ആരോഗ്യവും ഈ ഒരു പറയാനുള്ള കഴിവൊക്കെ നിലനിർത്തി തരികയാണെങ്കിൽ പാട്ടിൻ്റെ തനിമ വിടാതെ തിരൂര് പകർന്നു കൊടുത്ത, മലബാർ പകർന്നു കൊടുത്ത, അങ്ങനെ കേരളം പകർന്നു കൊടുത്ത ഒരു പാട്ടിൻ്റെ ഒരു ഏത് പാട്ടുകളുടെ ആയാലും അതിന് നിലനിർത്തേണ്ട ഒരു സംസ്കാരമുണ്ടല്ലോ, അത് എവിടെയും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. VT മുരളിയേട്ടൻ അഗ്രഗണ്യൻ, ഞാൻ ഒരാളെ പറയുകയാണ്, അദ്ദേഹം പാട്ടിൻ്റെ തനിമ വിടാൻ അനുവദിക്കുകയില്ല, അഗ്രഗണ്യനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുന്ന ഞങ്ങളൊക്കെ എപ്പോഴും ചർച്ചകളിൽ പലതും വരുന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നൊരു സംസ്കാരം എന്ന് നിലനിർത്താൻ ഞാൻ ഈ ഒരു പാതയിൽ എന്നും ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. എങ്കിലും ഇങ്ങനെയൊക്കെ കുറേ നമ്മൾ പിന്നെ പറയലുകൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ എങ്കിലും പ്രേക്ഷകർ ഇഷ്ടപ്പെടുക ഫിറോസ് ഖാൻ്റെ പാട്ടുകൾ തന്നെയാണല്ലോ. അപ്പോൾ നമുക്കൊരു ഇഷ്ടപ്പെട്ടൊരു 4 വരി പാട്ടോട് കൂടിയിട്ട് നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാം. ഓണത്തിൻ്റെ തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി.
ഓക്കെ, വളരെ സന്തോഷം. താങ്ക് യു. എനിക്ക് TCVയോട്, അണിയറ പ്രവർത്തകരോട്, ക്യാമറ ക്രൂവിനോട്, സ്പെഷ്യലി അഫ്സലിനോട് ഇങ്ങനെ നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞതിൽ നമ്മുടെ സൗഹൃദം ഒരു കോട്ടവും ഇല്ലാതെ അന്ന് തുടങ്ങിയത് ഇനിയും നമ്മളൊക്കെ ഈ ലോകം വിട്ടു പോകുന്നത് വരെ ഇതുപോലെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും സന്തോഷം. എല്ലാവർക്കും ഓണാശംസ. ഓക്കെ.